ബോറടിച്ചാലും ശരി, ബുദ്ധിമുട്ടായാലും ശരി, നമുക്ക് എന്നും വേണ്ട ഒരു ഡിസ്കഷൻ ഉണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ എന്നും ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു ഡിസ്കഷൻ. ഇന്നലത്തെ ദിവസം എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത്, ഇന്നലെ തൊട്ട് മുമ്പത്തെ ദിവസം എങ്ങനെ യൂസ് ചെയ്തു എന്നുള്ളത് എവറി ഡേ മോർണിംഗ് നമ്മളൊന്ന് ഡിസ്കഷൻ ഇല്ലെങ്കിൽ പോലും നമ്മൾ സെൽഫ് അനാലിസിസ് നടത്തേണ്ട ഒരു ടോപ്പിക്കാണ്. കാരണം അത് നമ്മളെ സംബന്ധിച്ചോളം ഓരോ ദിവസത്തെ പ്രൊഡക്ടിവിറ്റി കൃത്യമായിട്ട് നമുക്ക് യൂസ് ചെയ്യുന്നുണ്ടോ, നമ്മൾ എന്തൊക്കെയാണോ ഗോളുകൾ സെറ്റ് ചെയ്തിരിക്കുന്ന ആവശ്യങ്ങൾ നമ്മുടെ ഉള്ളത്, അതിന് വേണ്ടി ഓരോ ദിവസവും നമ്മൾ കൃത്യമായിട്ട് പ്രയത്നിക്കുന്നുണ്ടോ, അതുപോലെ തന്നെ ഇതെല്ലാം എല്ലാ ദിവസവും അനലൈസ് ചെയ്യണം. അതുപോലെ ഇന്നത്തെ ദിവസം പരമാവധി പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ എന്ത് കാര്യങ്ങൾക്കൊക്കെയാണ് ഞാൻ മുൻഗണന കൊടുക്കേണ്ടത്, എന്ത് കാര്യങ്ങളാണ് ചില സമയത്ത് ഞാൻ അവോയ്ഡ് ചെയ്യേണ്ടി വരിക, അതുപോലെ തന്നെ എവിടെയാണ് ഞാൻ ഇന്ന് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്, ഇത് കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല സമയം നമ്മുടെ രാവിലത്തെ ദിവസം രാവിലത്തെ സെഷനാണ്. ക്ലാസ് മാത്രമല്ല, ഈ ക്ലാസ്സിൽ നിന്ന് മാത്രമല്ല ഉദ്ദേശിച്ച് രാവിലെ നമ്മുടെ ഒരു ദിവസം ആരംഭിക്കുന്നതിന് മുമ്പേ നമുക്കൊന്ന് സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളാണ് ഇന്നലത്തെ തലേ ദിവസത്തെ അനലൈസ് ചെയ്യുന്നത്. അത് എത്രത്തോളം ഉപകാരപ്രദമായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊക്കെ നമുക്ക് ഇന്നലത്തെ ദിവസത്തിന് യൂസ് ചെയ്യാൻ പറ്റിയിരുന്നോ എന്നൊക്കെയാണ്. കാരണം വളരെ വളരെ രസകരം എന്ന് പറയില്ല, വളരെ നമ്മളൊന്നും മനഃപൂർവ്വം സൗകര്യപൂർവ്വം മറന്നു പോകുന്നൊരു കാര്യമുണ്ട്. മറന്നു പോകുന്ന കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ലോകത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഏറ്റവും വിലപ്പെട്ട രണ്ട് റിസോഴ്സുകളുണ്ട്. അത് വെറുതെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമുക്കതിൻ്റെ മൂല്യം തിരിച്ചറിയാത്തത്. ഫ്രീ ആയിട്ട് കിട്ടുന്ന ഈ രണ്ട് റിസോഴ്സ് നമുക്കതിൻ്റെ മൂല്യം അറിയാത്തത് കൊണ്ട് അത് കൃത്യമായിട്ട് പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. നമ്മളൊന്ന് ചിന്തിച്ച് നോക്കാം. ഈ ഹൈലി വാല്യുബിൾ ആയിട്ടുള്ള നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റാത്ത ഈ വാല്യുബിൾ ആയിട്ടുള്ള ഓക്സിജനും സൺലൈറ്റും, ഒന്ന് ഓക്സിജൻ, രണ്ട് ടൈം, ഒന്ന് ഓക്സിജൻ, 2 ടൈം. ഇതിന് അതിൻ്റെ മൂല്യത്തിനനുസരിച്ചുള്ള വില കൊടുക്കേണ്ടി വരുന്നൊരു കാലഘട്ടം അല്ലെങ്കിൽ സാഹചര്യം ചിന്തിച്ച് നോക്കുക. ഓക്സിജനും സമയത്തിനും അതിൻ്റെ മൂല്യത്തിനനുസരിച്ച് വില കൊടുക്കേണ്ടി വരുന്നൊരു കാലഘട്ടത്തിനെ പറ്റി അല്ലെങ്കിൽ സാഹചര്യത്തിനെ പറ്റി ചിന്തിച്ച് നോക്കുക. എന്തായിരിക്കും നമ്മളുടെയൊക്കെ ജീവിതത്തിൻ്റെ അവസ്ഥ? പലരും ഇന്ന് ജീവനോടെ ഉണ്ടാവില്ല എന്നുള്ളതാണ് സത്യം. കാരണം ഇത് വെറുതെ അത് ഹോസ്പിറ്റലിൽ അത് ജീവിതകാലം മുഴുവൻ കൊടുക്കേണ്ടി വന്നുള്ള അവസ്ഥയോ? അപ്പോ ആ എക്സ്പീരിയൻസ് വെച്ചിട്ടങ്ങ് കണക്ക് കൂട്ടുക ഇനിയുള്ള ജീവിതകാലം. കാരണം അപ്പോഴും ചിന്തിച്ചു നോക്കുക, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു മാസം ജീവിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ പറഞ്ഞത്. യെസ്, അതാണ് പറയുന്നത്. കാരണം അന്ന് കോവിഡ് കാലത്ത് എന്ന് പറയുമ്പോഴേക്കും നമുക്കറിയാം എല്ലാവർക്കും ഇതിന്റെ ആവശ്യം വന്നിട്ടില്ല. വളരെ കുറച്ച് പേർക്ക് മാത്രമേ ഈ ഓക്സിജന്റെ ആവശ്യം വന്നിട്ടുള്ളൂ. എന്നാൽ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും ഈ ഓക്സിജന് പൈസ കൊടുക്കാനൊരു സിറ്റുവേഷനാണ് വന്നിരിക്കുന്നത് എങ്കിൽ ഇപ്പം നമുക്ക് വന്നു തുടങ്ങിയില്ല. കാരണം ഒരു കാലഘട്ടത്തിൽ നമ്മൾ ആരെങ്കിലും വെള്ളം വില കൊടുത്ത് മേടിക്കുന്ന കാലഘട്ടത്തെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ? കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷനെ പറ്റി നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇന്നെന്ത് സംഭവിക്കുന്നു? നമുക്ക് കുടിവെള്ളം വില കൊടുത്ത് വാങ്ങേണ്ട ഒരു പകുതിയെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുന്നത്, നമ്മളുടെ ജീവിതത്തിൻ്റെ ഒരു 10% കുടിവെള്ളമെങ്കിലും നമ്മൾ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് വന്നു. 10% മുഴുവനൊന്നുമില്ല. ഇത് കാലക്രമേണ കൂടി വരും. 10 എന്നുള്ള 20, 30%, 50%-ലേക്കൊക്കെ വരും. അങ്ങനെ യെസ്, തീർച്ചയായിട്ടും. അപ്പോൾ കുറച്ച് ഒരു 10-30 വർഷം കഴിയുമ്പോഴേക്ക് ഈ നമ്മളുടെ ഭൂമിയിലുള്ള വെള്ളം ഈ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത കണ്ടീഷനിലേക്ക് വരും. അപ്പോൾ യെസ്, അതാ പറയുന്നത്. കാരണം ഇപ്പം നമ്മൾ ഒരു ദിവസം ഉപയോഗിക്കുന്നതിൻ്റെ 10% നമ്മൾ വില കൊടുത്ത് വാങ്ങുന്നു. ഇനി ഇത് കാലക്രമേണ പോകും തോറും നമ്മുടെ ഭൂമിയിലെ കുടിവെള്ളം മലിനീകരണവും മറ്റ് പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് കൃത്യമായ ഇപ്പോഴത്തെ രൂപത്തിൽ ഉപയോഗിക്കാൻ പറ്റില്ല. അത് പല രീതിയിൽ ശുദ്ധീകരിച്ച് ഇപ്പം തന്നെ എല്ലാ ഒട്ടുമിക്ക വീടുകളിലും ശുദ്ധീകരണ പ്ലാന്റ് വന്നു കഴിഞ്ഞു. അതിനൊരു വില കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ വെള്ളം കുടിക്കാനുള്ള ശുദ്ധീകരണ പ്ലാന്റ് എന്നുള്ള രീതിയിൽ ഒരു വില കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറച്ച് കാലം കഴിയുമ്പോഴേക്കും ഈ വെള്ളം നമ്മൾ ഉപയോഗിക്കുന്ന വെള്ളം ഒരു പകുതിയോളം വില കൊടുത്ത് വാങ്ങേണ്ട അവസ്ഥ വന്നാൽ, ഇപ്പോൾ തമിഴ്നാട്ടിലൊക്കെ പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം തമിഴ്നാട്ടിലെ ചില ഗ്രാമങ്ങളിലൊക്കെ കുടിവെള്ളം ഇല്ല. അപ്പോൾ അവിടുന്ന് ഈ ടാങ്കുകൾ കൊണ്ടുവരുന്ന വെള്ളം, ഒരു കുടം വെള്ളത്തിന് ഇത്ര രൂപ വെച്ചിട്ടാണ് അവർ കൊടുക്കുന്നത്. കുടിവെള്ളം മാത്രം, കുടിക്കാനും ഭക്ഷണം പാകം ചെയ്യാനുള്ള വെള്ളമൊക്കെ അവർ ടാങ്കറിൽ നിന്നാണ് അവർ പൈസ കൊടുത്ത് മേടിച്ചുകൊണ്ടിരിക്കുന്നത് തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലും. അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലേക്ക് നമ്മളും പോകുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട വെള്ളത്തിൻ്റെയൊക്കെ പകുതിയോളം വില കൊടുത്ത് വാങ്ങേണ്ടി വരുന്നു. അതുപോലെ ഓക്സിജൻ, സമയം. ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന സമയമൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മളുടെ സ്വന്തം അല്ലല്ലോ, അത് പ്രകൃതിയുടെ എന്നൊക്കെ പറയാം. പക്ഷേ എങ്കിൽ പോലും അതിനൊക്കെ വില കൊടുക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫൊക്കെ എന്താവും. അപ്പോൾ
ഈ നമുക്ക് ഇപ്പോൾ ഫ്രീ ആയിട്ട് കിട്ടിയിരിക്കുന്ന ഈ വാല്യുബിൾ ആയിട്ടുള്ള റീസോഴ്സ് കൃത്യമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ, ഫലപ്രദമായിട്ട് ഉപയോഗിക്കുന്നുണ്ടോ? നമ്മൾക്കും മറ്റുള്ളവർക്കും നമ്മളുടെയൊക്കെ ലൈഫിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരിക്കലും നമ്മൾ സ്വാർത്ഥരല്ല. കാരണം എൻ്റെ കുടുംബം എന്നുള്ള രീതിയിൽ ജീവിച്ചു പോകുന്നവരല്ല നമ്മളൊന്നും. നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു പങ്ക് സൊസൈറ്റിക്ക് പല രൂപത്തിലും പല ഭാവത്തിലും കൊടുക്കാൻ നമ്മളൊക്കെ ഓരോരുത്തരും ശ്രദ്ധിക്കുന്നുണ്ട്, ശ്രമിക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് അത് ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോരുത്തരും മാക്സിമം നമ്മൾ ഗ്രോ ചെയ്യുക, വളരുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ സറൗണ്ടിങ്ങിലുള്ള ഫാമിലി മെമ്പേഴ്സ് ആവാം, അല്ലെങ്കിൽ നമ്മുടെ ഈ ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ കൊളീഗ്സ് ആകാം, അല്ലെങ്കിൽ നമ്മുടെ ഈ സൊസൈറ്റിയിലുള്ള ആളുകളാവാം. സ്വാഭാവികമായിട്ടും നമ്മളുടെ ഗ്രോത്തിൻ്റെ ഒരു ഭാഗം അവർക്കും അർഹതപ്പെടുന്നുണ്ട് സ്വാഭാവികമായിട്ടും. അത് എങ്ങനെയും എല്ലായിടത്തും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ സാമ്പത്തികമായിട്ട് നല്ല ലെവലിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ ലൈഫ് സ്റ്റൈൽ മാറും. അപ്പോൾ നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, അത്തരം കാര്യങ്ങളുടെ എണ്ണവും അതുപോലെ അളവൊക്കെ കൂടും. സ്വാഭാവികമായിട്ടും ആ പണം, നമ്മളിലേക്ക് വരുന്ന പണം നമ്മൾ സൊസൈറ്റിയിലേക്ക് പല രൂപത്തിൽ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇനിയും തുടരുക തന്നെ ചെയ്യും. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരാനുള്ള മൈൻഡ് സെറ്റ് ഉള്ളവരും വളരാനുള്ള സാഹചര്യം എല്ലാവർക്കും ഒരുപോലെ ഉണ്ട്. കാരണം വളരാനുള്ള സാഹചര്യം ആർക്കും ഇല്ലാത്ത പ്രശ്നമൊന്നും ഈ നാട്ടിലില്ല. എല്ലാവർക്കും ഒരേ അവസരം, ഒരേ സാഹചര്യം നമ്മളായിട്ട് തന്നെ നമ്മളെ പലപ്പോഴും കെട്ടിയിട്ട് വെച്ചിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാഹചര്യം ഉണ്ടായിട്ടും മൈൻഡ് സെറ്റ് ഉണ്ടായിട്ടും അതിനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം മാക്സിമം പ്രൊഡക്ടിവിറ്റി യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമ്മുടെ പ്രൊഡക്ടിവിറ്റി മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റണം. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞത്, നമ്മൾ ഒന്ന് ചിന്തിച്ച് വെക്കുക, നമ്മുടെ ലൈഫിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ടൈം, അതുപോലെ തന്നെ ഈ ഓക്സിജൻ, ഇതുപോലെ തന്നെ വെള്ളം എന്നുള്ള സാധനങ്ങൾ പോലെ തന്നെ നമ്മളുടെ എനർജി, നമ്മളുടെ ഇപ്പോഴത്തെ ലൈഫിലുള്ള ഈ സമയത്തുള്ള എനർജി, ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും നശിച്ചു പോകാനുള്ള ഒന്നാണ് ഈ എനർജി എന്നൊക്കെ പറഞ്ഞ പോലെ. അതുപോലെ തന്നെ സമയവും നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഒരു നിമിഷം കഴിഞ്ഞാൽ പിന്നെ ആ കഴിഞ്ഞു പോയ നിമിഷം നമുക്ക് ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റുന്നില്ല. നമ്മൾ പിന്നെ ഈ നിമിഷവും അടുത്ത നിമിഷവും മാത്രമേ നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ 5:30 തുടങ്ങിയ ക്ലാസ് 5:45 ഈ 15 മിനിറ്റ് നമുക്ക് ഇനി ഒരിക്കലും ഉപയോഗിക്കാൻ പറ്റില്ല. അത് കഴിഞ്ഞു പോയി. അപ്പോൾ നശിച്ചു പോകുന്ന ഈ സാധനങ്ങൾ, ഒരിക്കൽ നമ്മൾ ശ്വസിച്ച വായു, അത് തിരിച്ച് നമുക്ക് കിട്ടുന്നില്ല. മറ്റൊരു രൂപത്തിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പുതിയത് ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഉപയോഗിക്കാൻ ഉള്ള ഈ റീസോഴ്സുകൾ മാക്സിമം നമുക്കും മറ്റുള്ളവർക്കും ഗുണകരമാകുന്ന രീതിയിൽ ഉപയോഗിക്കുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും രാവിലെ എണീക്കുമ്പോൾ നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. കാരണം രാവിലത്തെ സമയം, പ്രത്യേകിച്ച് നമ്മളുടെ ഈ ക്ലാസ്സിൻ്റെ സമയം തന്നെ 5:30 മുതൽ 6:00 വരെയുള്ള സമയത്തിൻ്റെ പ്രത്യേകം നമുക്കറിയാം. കാരണം ഈ നമ്മളുടെ മൈൻഡ് സെറ്റ്, നമ്മളുടെ തോട്ട് പ്രോസസ്സുകളൊക്കെ ആൽഫ സ്റ്റേജിൽ നിൽക്കുന്നൊരു സമയം. ആൽഫ സ്റ്റേജിൽ എന്ന് പറഞ്ഞാൽ ചിന്തകളുടെ എണ്ണം പൊതുവെ കുറവായിരിക്കും. നമുക്ക് അനാവശ്യ ചിന്തകളൊന്നും കയറി വരില്ല. ഉള്ളത് മാക്സിമം വളരെ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറി പോകുന്നതായിട്ടുള്ള ഒരു സാഹചര്യമാണ് രാവിലത്തെ സമയം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ രാവിലത്തെ സമയത്തിന് പ്രധാനമായിട്ടും കാരണം നമുക്ക് ഇന്നലെ ഇനി തിരിച്ചു പോയിട്ട് നമുക്ക് അവിടെ കറക്ഷൻസ് ഒന്നും സാധിക്കില്ല. പക്ഷേ നമ്മളത് കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് നമ്മളത് യൂസ് ചെയ്തിട്ടില്ല? ഈ ചോദ്യം എപ്പോഴും എന്തുകൊണ്ടില്ല എന്നുള്ള ചോദ്യം ഓരോ നിമിഷവും ഓരോ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് വരണം. എന്തുകൊണ്ട് ഞാൻ ഈ ക്ലാസ്സിലിരിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നില്ല, എന്തുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ മറ്റൊരു കാര്യം ചെയ്യുന്നില്ല? ഈ ചോദ്യങ്ങളൊക്കെ ഓരോ നിമിഷവും നമ്മളുടെ ഓരോ കാര്യത്തിൽ നമ്മൾ വൈകൾ കൊണ്ട് മൂടണം എന്നാണ് പറയുന്നത്. ശരിക്കും വൈകൾ കൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോഴും വൈ ഈ ചോദ്യം കൂടുതൽ പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കുമെന്നാണ് പറയുന്നത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും, ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഇന്നൊന്ന് കാക്കനാട് വരെ പോകേണ്ട ആവശ്യമുണ്ട്, എന്തുകൊണ്ട്? ഈ ചോദ്യം 3-4 പ്രാവശ്യം ചോദിക്കുമ്പോൾ എന്തുകൊണ്ട് കാക്കനാട് പോകേണ്ട ആവശ്യമുണ്ട്? അപ്പോൾ അതിനൊരു ഉത്തരവുണ്ട്. ഇന്ന പർപ്പസിന് വേണ്ടിയിട്ടാണ് ആ കാക്കനാട് പോകുന്നത്. ആ പർപ്പസ് എനിക്ക് ആവശ്യമാണോ, എന്തുകൊണ്ടെന്നുള്ള ചോദ്യം വീണ്ടും ചോദിക്കുന്നു. അപ്പോൾ വീണ്ടും അതിനുള്ള ഉത്തരം കണ്ടെത്തണം. ഇങ്ങനെ ഒരു 4-5 വൈകൾ ഒരു കാര്യത്തിന് വേണ്ടി ചോദിച്ചു കഴിയുമ്പോൾ, എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ അതിന് മാക്സിമം 4-5 വൈകളിലും മാക്സിമം അത് ഫിനിഷ് ആവുമെന്നാണ് പറയുന്നത്. ഈ 4-5 എന്തുകൊണ്ട് ഓരോ ചോദ്യത്തിനൊരു ഉത്തരം കിട്ടുമ്പോഴും ആ ഉത്തരത്തിനോട് വീണ്ടും ചോദിക്കണം എന്തുകൊണ്ടെന്നുള്ളത്. ഈ 4-5 വൈകൾ നമ്മൾ ചോദിക്കുമ്പോൾ ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ നമുക്ക് കിട്ടും. അത് വേണോ വേണ്ടോ എന്നുള്ള ക്ലിയർ ആയിട്ടുള്ളൊരു പിക്ചർ കിട്ടുമെന്നാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾ ഓരോ ദിവസവും നമ്മൾ നോക്കേണ്ടത് ഇന്നലെ, കാരണം പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നുണ്ട്, ഇതൊക്കെ കേട്ട് പോകുന്നു. നമ്മുടെ ക്ലാസ്സിലേക്കുള്ള പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, നമ്മുടെ ലൈഫിലെ പല കാര്യങ്ങളാണെങ്കിലും ശരി, മനസ്സിലാക്കി പോകുന്നു, കേട്ട് പോകുന്നു, അറിയാം. പക്ഷേ അതിലേക്ക് നമ്മൾ ഫുള്ളായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇൻവോൾവ് ആകുന്നുണ്ടോ എന്ന് പോലും ചോദിക്കുക. അത് എന്ത് കാര്യത്തിലെടുക്കുകയാണെങ്കിലും ശരി, ഇതിനകത്ത് ഞാൻ കൃത്യമായിട്ട്, അല്ലെങ്കിൽ മാക്സിമം എൻ്റെ കഴിവനുസരിച്ച് ഇൻവോൾവ് ആകുന്നുണ്ടോ എന്ന് ചോദിക്കുക. പലപ്പോഴും നമ്മളുടെ ഉത്തരം ഇല്ല എന്ന് തന്നെയായിരിക്കും. കാരണം ഭൂരിപക്ഷം ആളുകളും ഒരു 50% കാര്യമായിട്ട് നമ്മുടെ ഒരു കാര്യത്തിലും അധികം ഇൻവോൾവ് ആവാറില്ല എന്നാണ് പറയുന്നത്. കാരണം അതല്ലെങ്കിൽ നമ്മുടെയൊക്കെ റിസൾട്ട് വേറെ ആയതിനെ പോട്ടെ, അതെന്തോട്ടെ. അപ്പോൾ പറഞ്ഞു വരുന്നത്,
ഇന്നലത്തെ എന്ത് ചെയ്തു എന്നും നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, നമ്മളുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഉപയോഗിച്ചോ എന്നുള്ളത് ഓരോ ദിവസവും രാവിലെ അനലൈസ് ചെയ്യുക. അതുപോലെ തന്നെ ഇന്ന് ചെയ്യേണ്ട ജോലികൾ എന്തൊക്കെയാണോ അത് കൃത്യമായിട്ട് എനിക്ക് ആവശ്യമുള്ളതാണോ, അത് എന്ത് ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ളതാണ്, അത് എന്നെ ഏത് രീതിയിലാണ് ഗ്രോത്തിന് സഹായിക്കുക, ഈ ചോദ്യങ്ങളോട് കൂടിയായിരിക്കണം രാവിലെ ദിവസം ആരംഭിക്കേണ്ടത്. എന്നിട്ട് ഇന്നത്തെ ദിവസം വൈകുന്നേരം ആകുന്നതിന് മുമ്പേ നമ്മൾ പ്ലാൻ ചെയ്ത പോലെ, അല്ലെങ്കിൽ നമ്മൾ അപ്രതീക്ഷിതമായിട്ട് എന്തെങ്കിലുമൊക്കെ സംഭവിച്ചേക്കാം, അതൊക്കെ. പക്ഷെ അതല്ലാത്ത സാഹചര്യത്തിൽ നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ കൃത്യമായിട്ട് അത് ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്, പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക ഓരോ ദിവസത്തെ രാവിലത്തെ കാര്യം. എങ്കിൽ മാത്രമേ, അതായത് ഓരോ ദിവസത്തിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ട് എന്തെങ്കിലും മിസ്റ്റേക്കുകളോ കറക്ഷൻസോ ഇമ്പ്രൂവ്മെൻറ്റോ ആവശ്യമുണ്ടെങ്കിൽ അത് അടുത്ത ദിവസം അല്ലെങ്കിൽ അതത് ദിവസം നമ്മൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ നോക്കുക, നമ്മളുടെ ലൈഫിൽ വളർച്ച ഉണ്ടായിരുന്ന കാലഘട്ടത്തേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി. നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടായിരുന്ന കാലഘട്ടത്തേക്ക് തിരിഞ്ഞു നോക്കിയാൽ ആ ഗ്രോത്ത് ഉണ്ടാകുന്ന കാലഘട്ടത്തിൻ്റെ തൊട്ട് മുമ്പത്തെ വർഷങ്ങളിൽ നമ്മൾ അത്രയ്ക്ക് പ്രൊഡക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ആ ഗ്രോത്ത് ഉണ്ടായിരിക്കുന്നത്. അതായത് ഗ്രോത്ത് ഉണ്ടായിരുന്നത് കറണ്ട് ഇയറിലുള്ള വർക്കിൻ്റെ പ്രതിഫലമല്ല ഗ്രോത്ത് ആയിട്ട് വരുന്നത്. തൊട്ട് മുമ്പത്തെ കാലഘട്ടം, അത് ചിലപ്പോൾ മാസങ്ങളായിരിക്കാം, ആഴ്ചകളായിരിക്കാം, വർഷങ്ങളായിരിക്കാം. ഇതിൻ്റെ മുമ്പത്തെ പ്രവർത്തന ഫലമാണ് ഇപ്പോഴത്തെ നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് ഉണ്ടായ കാലഘട്ടത്തിൻ്റെ തൊട്ട് മുമ്പത്തെ കാലഘട്ടം, ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളാകാം, ആ കാലഘട്ടങ്ങളിൽ നമ്മളുടെ എഫേർട്ടിൻ്റെ റിസൾട്ടിൻ്റെ ഫലമാണ് ആ സമയത്തുണ്ടായ ഗ്രോത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഗ്രോത്ത് ഉണ്ടാവണമെങ്കിൽ ഈ കാലഘട്ടങ്ങളെ നമ്മൾ കൃത്യമായിട്ട് യൂസ് ചെയ്യണം, റിസോഴ്സുകളെ കൃത്യമായിട്ട് യൂസ് ചെയ്യണം. ടൈം, മണി, എഫേർട്ട് എന്നുള്ള ഈ റിസോഴ്സുകളെ മാക്സിമം യൂസ് ചെയ്യുക, പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. എന്തിനു വേണ്ടി യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിമം സമയത്തെ എനർജി, ടൈം, മണി നമ്മളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട്. സ്വാഭാവികമായിട്ടും നമ്മുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മാത്രമല്ല നമ്മളുടെ സറൗണ്ടിങ്ങിലുള്ളവരുടെ ഗ്രോത്തും കൂടെയാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഗ്രോത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. ഇത് രാവിലെ, എല്ലാ ദിവസവും രാവിലെ ചെയ്യണം. അതുപോലെ തന്നെ എല്ലാ ശനിയാഴ്ചകളിലും നമ്മൾ ചെയ്യേണ്ടത് ഓരോ ആഴ്ചയെ അനലൈസ് ചെയ്യണം. കഴിഞ്ഞ ആഴ്ച ഇത്ര ദിവസം, അപ്പോൾ ഓരോ ദിവസം നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ വീക്കിലി സാറ്റർഡേ അനാലിസിസ് കുറച്ചും കൂടെ എളുപ്പമാവും. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും നമ്മൾ ഓർത്ത് വെച്ച് അനലൈസ് ചെയ്യുന്നു, പിറ്റേ ദിവസത്തേക്ക് ഇന്നത്തെ മിസ്റ്റേക്കുകൾ ഇല്ലാതെ അല്ലെങ്കിൽ ഇന്ന് മാറ്റിവെച്ച കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ വീക്കിലി അനാലിസിസ് വളരെ ഈസി ആയിട്ട് മാറുന്നു. വീക്കിലി അനാലിസിസ് നമ്മൾ അടുത്ത ആഴ്ചത്തേക്ക് വേണ്ട പ്ലാനുകൾ വ്യക്തമാക്കാൻ നമുക്ക് സഹായിക്കും. അതായത് അടുത്ത ആഴ്ച ഇന്ന ദിവസം ഇന്ന കാര്യമാണ്, അടുത്ത ആഴ്ച ഇന്ന ദിവസം എനിക്കൊരു ഫംഗ്ഷൻ ഉണ്ടല്ലോ, അപ്പോൾ അതിന് വേണ്ടി എനിക്ക് പ്രിപ്പയർ ആവേണ്ടതുണ്ട്. മീൻസ് എന്തെങ്കിലും വാങ്ങാനുണ്ട്, അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ അതിന് മുമ്പ് അവിടെ നിന്ന് വിസിറ്റ് ചെയ്യണം. ഇത്തരം കാര്യങ്ങളൊക്കെ വെൽ പ്ലാൻഡ് ആയിരിക്കും നമ്മളെ സംബന്ധിച്ചോളം. അപ്പോൾ എവറി ഡേ അനാലിസിസും പ്ലാനിങ്ങും, അതുപോലെ തന്നെ എവറി വീക്ക് എല്ലാ സാറ്റർഡേകളും പ്ലാനിങ്ങുകളും അനാലിസിസുകളും നടത്തി കഴിയുമ്പോൾ നമ്മുടെ ലൈഫ് ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡറിലേക്ക് വരികയും ആ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഓർഡർ നമുക്ക് ഒരുപാട് ടൈമും മണിയും എഫേർട്ടും സേവ് ചെയ്യുകയും ചെയ്യും. ടൈം, മണി, എഫേർട്ട് സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ഓർഡറിലേക്ക് നമ്മുടെ ലൈഫ് വരുമ്പോൾ ടൈം, മണി, എഫേർട്ട് നമുക്ക് സേവ് ആവുകയും ചെയ്യും. ഈ സേവിങ്സ് ആണ് നമുക്ക് ഇനി അങ്ങോട്ടുള്ള ഗ്രോത്തിന് ഒരുപാട് സഹായിക്കുക. അപ്പോൾ അതുപോലെ തന്നെ എവറി 3 months, ഓരോ 3 മാസം കൂടുമ്പോഴും ഒരു ദിവസം സെൽഫ് അനാലിസിസിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഫ്യൂച്ചർ ഗ്രോത്തിനെ എങ്ങനെ കണക്കാക്കണം, എങ്ങനെ നമ്മൾ അതിന് വേണ്ടി ചെയ്യണം എന്നൊക്കെ 3 മാസത്തിൽ ഒരിക്കൽ നമ്മളൊന്ന് ഒരിക്കൽ ഒരു ദിവസം നമ്മളൊന്ന് മാറ്റിവെച്ച് മറ്റാരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇരുന്നിട്ട് അടുത്ത 3 മാസത്തേക്ക് വേണ്ട പ്ലാനുകൾ എപ്പോഴും നമ്മൾ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ ഇങ്ങനെ ഈ ഒരു സെൽഫ് അനാലിസിസിലൂടെയാണ് നമുക്ക് സെൽഫ് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവുക. അപ്പോൾ പറഞ്ഞു വന്നത് ക്ലാസ്സിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിൽ നടപ്പാക്കുന്നുണ്ടോ, കിട്ടുന്നുണ്ടോ, ഉപയോഗപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളത് ഓരോ ദിവസവും ഉറപ്പുവരുത്തുക. ഇതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത്. വിട്ടുവീഴ്ച ചെയ്യരുതെന്ന് വെച്ചാൽ പലപ്പോഴും ലേസിനെസ് നമ്മൾ പോലും അറിയാതെ, കാരണം പലപ്പോഴും ചിന്തിക്കുന്ന ലൈഫ് ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോയാൽ മതി എന്ന് നമ്മളല്ല, നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ചിന്തിക്കുന്നുണ്ടാവും. നമ്മൾ ചിന്തിക്കുന്നുണ്ടാവില്ല, നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മൾ പോലും അറിയാതെ ഇനിയിപ്പോൾ എന്തിനാ ഇത്രയൊക്കെ എഫേർട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയൊക്കെ നമ്മൾ ഇത്രയൊക്കെ ആയില്ലേ, അപ്പോൾ ഇനി അങ്ങനെ പോകുന്ന പോലെ അങ്ങ് പൊക്കോട്ടെ എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് പ്രവർത്തിക്കുന്നുണ്ടാവും അവിടെ. അപ്പോൾ അത് തിരിച്ചറിയില്ല. അത് തിരിച്ചറിയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ഡെയിലി അനാലിസിസിലൂടെയാണ് തിരിച്ചറിയുക. കാരണം ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഇന്നലത്തെ ദിവസം കൃത്യമായിട്ട് യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് നമുക്ക് പ്രവർത്തിക്കുന്നതിൽ തടസ്സം നിൽക്കുന്നു എന്നർത്ഥം. അപ്പോൾ അത് തിരിച്ചറിയാനും അതിനെ ഓവർകം ചെയ്യാനാണ് ഈ ഡെയിലി അനാലിസിസ് നമ്മളെ സഹായിക്കുക. അപ്പോൾ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്
എന്തുകൊണ്ട് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്? കാരണം നമുക്കറിയാം നമ്മളുടെ മൈൻഡ് സെറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും. അതായത് നമ്മളുടെ മനസ്സിൽ ഇതുവരെയുള്ള സംഭവങ്ങളിലൂടെയും സാഹചര്യങ്ങളിലൂടെയും അറിവുകളിലൂടെയും രൂപപ്പെട്ടിരിക്കുന്ന ചിന്താരീതികളും അതുപോലെ തന്നെ കാഴ്ചപ്പാടുകളാണ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. മൈൻഡ് സെറ്റാണ് നമ്മളുടെ ഇതുവരെയുള്ള ജീവിത അവസ്ഥകളുടെയും സാഹചര്യങ്ങളുടെയൊക്കെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത്, കാരണക്കാരൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ മൈൻഡ് സെറ്റുമായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ലിമിറ്റ് ഉണ്ട്. എപ്പോഴും ഒരു ലിമിറ്റ് ബാരിയർ പോലെ നമുക്ക് അവിടെ നിൽക്കുകയാണ്. കാരണം ഇതിനപ്പുറത്തേക്ക് വളരാനുള്ള ചിന്താരീതികളും കാഴ്ചപ്പാടുകളും അറിവുകളും നമുക്കില്ല എന്നർത്ഥം. അപ്പോൾ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് ചെയ്യേണ്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ അടുത്തൊരു സ്റ്റെപ്പിൽ പഠിക്കുന്നുണ്ട്. കാരണം ശരിക്കും നമ്മൾ പൊതുവെ കണ്ടിട്ടുള്ള രണ്ട് മൈൻഡ് സെറ്റാണ്, കോൺഷ്യസ് മൈൻഡ് സെറ്റും സബ് കോൺഷ്യസ് മൈൻഡ് സെറ്റും. പക്ഷേ കൂടാതെ ഒരെണ്ണം കൂടെ ഉണ്ട്, പ്രീ കോൺഷ്യസ് മൈൻഡ് സെറ്റ് എന്ന് പറയുന്ന ഒരു ഭാഗം കൂടെ ഇതിനകത്തുണ്ട്. 3 ഭാഗങ്ങളായിട്ടാണ് മൈൻഡ് സെറ്റിനെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളിലൂടെയുള്ള പ്രവർത്തനമാണ് ശരിക്കും, അതായത് ഈ കോൺഷ്യസ് മൈൻഡിലൂടെയുള്ള പ്രവർത്തനങ്ങൾ അത് പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് മാറുകയും പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പിന്നീട് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് മാറുകയും ചെയ്യുന്നു. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിലൂടെയാണ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് നടക്കുന്നത്. ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ നടക്കുന്ന ഒരു പ്രോസസ്സ് അല്ല അത്. കണ്ടിന്യൂസ് ആക്ഷൻസിലൂടെ മാത്രമേ, കണ്ടിന്യൂസ് പ്രവർത്തനങ്ങളിലൂടെ മാത്രമേ ഈ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് നടക്കുകയുള്ളൂ. എന്തുകൊണ്ട് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രോ എക്സ്, അതായത് ഗ്രോ എക്സ് എന്നുള്ള പേരിട്ടിരിക്കുന്നത് പോലും അതിന് വേണ്ടിയിട്ടാണ്. അൺലിമിറ്റഡ് വളർച്ച സാധ്യത നമ്മളുടെ സാഹചര്യത്തിലുണ്ട്, ലോകത്തിലുണ്ട്, നാട്ടിലുണ്ട്. ഒരു സംശയം അക്കാര്യത്തില്ല. കാരണം നമ്മളെക്കാൾ എത്രയോ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലേക്കുള്ള വളർച്ച നേടിയിട്ടുള്ള എത്രയോ ആളുകൾ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. ഒരു സംശയമില്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ അവർക്കുള്ള അവസരം, അവർക്കുള്ള സാധ്യത നമ്മുടെ മുമ്പിലുണ്ട്. അത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഉപയോഗിച്ചിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ അത് എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതിരുന്നത്, അല്ലെങ്കിൽ നമുക്കത് കയ്യിലെത്താതിരുന്നത് എന്നൊക്കെ നമുക്ക് ഈ ഒരു ഗ്രോ എക്സ് എന്നുള്ള ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ഗ്രോ എക്സിലൂടെ നമുക്ക് പരിശീലിക്കാൻ പറ്റും. അതായത് എന്തിനുള്ള പൊട്ടൻഷ്യലും നമുക്കുണ്ട്, അതിനുള്ള ശേഷി നമുക്കുണ്ട്. ഒരു സംശയം അക്കാര്യത്തിലില്ല. ആ ശേഷി കൃത്യമായിട്ട് ഉപയോഗിക്കാനുള്ള ഒരു മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് ഗ്രോ എക്സ്. അതായത് അനന്തമായിട്ടുള്ള വളർച്ചാ സാധ്യത ലോകത്തിലുണ്ട്. അത് ഉപയോഗിക്കാനായിട്ട് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്തെടുത്ത് മൈൻഡ് സെറ്റ് ഷിഫ്റ്റ് ചെയ്യുന്നു, ചേഞ്ച് ചെയ്യുന്നു എന്നുള്ളതാണ് ഈ ഒരു വർക്ക്ഷോപ്പിൻ്റെ ഉദ്ദേശം തന്നെ. അതായത് അൺലോക്ക് യുവർ പൊട്ടൻഷ്യൽ, നിങ്ങളിലുള്ള കഴിവിനെ തുറന്നെടുക്കുക അല്ലെങ്കിൽ പുറത്തെടുക്കുക. എന്നിട്ട് നിങ്ങളുടെ മാസീവ്, എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മാസീവ് ഗ്രോത്തിന് വേണ്ടി തന്നെ നമ്മുടെ പൊട്ടൻഷ്യൽ. ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ നമുക്ക് കഴിവില്ല, ശേഷിയില്ല എന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? എല്ലാവർക്കും തനതായ സവിശേഷമായിട്ടുള്ള കഴിവുണ്ട്, ഒരു സംശയമില്ല. ഒരുപക്ഷെ നമ്മുടെ കഴിവിൽ ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. ചിലർക്കുള്ള കഴിവുകൾ വേറെ ആയിരിക്കും, മറ്റുള്ളവർക്കുള്ള കഴിവുകൾ വേറെ ആയിരിക്കും. ഇങ്ങനെയുള്ള ഏറ്റക്കുറച്ചിലുകളുണ്ടാവും. പക്ഷേ എല്ലാ മനുഷ്യനും കഴിവുകളുണ്ട്. അതുപോലെ തന്നെ എല്ലാ മനുഷ്യനുള്ള സാഹചര്യങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇതിനെല്ലാം രണ്ടിനെയും കൂടെ ക്രോഡീകരിക്കുമ്പോൾ നമ്മളുടെ കഴിവിനെ നമ്മളുടെ സാഹചര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ വളർച്ചയ്ക്കായിട്ട് ക്രോഡീകരിക്കുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഗ്രോത്തിനെ സഹായിക്കുക എന്നുള്ളതാണ് ഈ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം തന്നെ. ഇത് എന്തിനു വേണ്ടി, നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ അനന്തമായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടി, വളർച്ചയ്ക്ക് വേണ്ടി തന്നെയാണ്. അപ്പോൾ ഈ സമയം നിശ്ചയിച്ചിരിക്കുന്നത് പോലും ഞാൻ പലപ്പോഴും ചിന്തിച്ചാണ്, നമുക്ക് സമയത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാലോ എന്നൊക്കെ. ഈ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പേ എത്രയോ മാസങ്ങളുടെ ഹോംവർക്ക് കൊണ്ടാണ് ഈ ടൈം ഫിക്സ് ചെയ്തത്. കുറച്ചും കൂടെ നേരത്തെ ആക്കിയാലോ എന്ന് ചിന്തയുണ്ടായിരുന്നു. ഒരു 5 മണി മുതൽ 6 മണി വരെയുള്ള സമയത്ത് ആക്കിയാലോ എന്നൊരു ചിന്തയിലേക്ക് വന്നതാണ്. 4 മണി മുതൽ 4:30 മുതൽ ആക്കിയാലോ എന്നുള്ള ചിന്തയിലേക്കൊക്കെ വന്നതാണ്. പക്ഷേ ഇതൊക്കെ കുറേ ദിവസങ്ങളോളം മനസ്സിലിട്ട് മറ്റേ ഹോംവർക്ക് ചെയ്തെടുത്തു. ഏത് സമയമാണ് എല്ലാവർക്കും ഫലപ്രദമായിട്ടുള്ള സമയം? അങ്ങനെയാണ് 5:30 to 6:30 എന്ന് പറഞ്ഞത്. കാരണം മിക്കപ്പോഴും 5:30 ക്ലാസ്സിൽ ഇരിക്കണമെങ്കിൽ, ക്ലാസ് ആരംഭിച്ച് ക്ലാസ്സിലിരിക്കണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് 5 മണിക്കെങ്കിലും എണീക്കേണ്ടി വരും. കാരണം നമ്മളുടെയൊക്കെ ജീവിത ശൈലി അനുസരിച്ച് എണീറ്റ് കഴിഞ്ഞ ഒരു ഹാഫ് ആൻ അവറെങ്കിലും നമ്മളൊരു ഓട്ടോമാറ്റിക്കായിട്ട് നോർമൽ ലൈഫിലേക്ക് എത്താനായിട്ട് വാഷ്റൂം പോകുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ചെയ്യാനായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും ചുരുങ്ങി വേണം. അപ്പോൾ 5 മണിക്കെങ്കിലും എണീക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരാളുടെ ജീവിതം രാവിലെ 5 മണിക്ക് ആരംഭിക്കുന്നു. ഇപ്പോൾ പലപ്പോഴും ചിലർക്ക് അതിന് മുമ്പേ എണീക്കുന്ന ആളുകളുണ്ടാവും, ചിലരെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ വൈകി എണീക്കുന്ന ആളുകളുണ്ടാവും. എന്താവട്ടെ നമ്മളൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് കിടക്കുന്നു. ഇന്ന സമയം മുതൽ ഇന്ന സമയം വരെ ഇതിനു വേണ്ടി മാറ്റിവെക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ തന്നെ ഒരു സിസ്റ്റവും ഓർഡറും കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് രാവിലെ 5:30 മുതൽ 6:30 വരെ എന്നുള്ള സമയം വെച്ചു. അതിപ്പോൾ രാവിലെ ബേസിക് ക്ലാസ് ഇല്ലായിരുന്നുവെങ്കിലും ഈ ടൈം തന്നെയായിരിക്കും ഫൈനൽ ചെയ്യാൻ പോകുന്നുണ്ടാവുക. അപ്പോൾ ഈ സമയം 2-3 കാര്യങ്ങളാണ്. കാരണം നമ്മൾ ഉണർന്നെണീറ്റ്, നമ്മളുടെ മൈൻഡും ഉണർന്നെണീറ്റ്, നമ്മളുടെ ഈ മൈൻഡ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ആക്ഷനോടൊപ്പം തന്നെ മൈൻഡും പ്രവർത്തിച്ച് തുടങ്ങുന്ന ഒരു സമയം. ഏകദേശം എണീറ്റ് കഴിഞ്ഞ് മിനിമം അരമണിക്കൂറെങ്കിലും കഴിയുമ്പോഴേ നമ്മളുടെ ബോഡി മൈൻഡും കൂടെ സിങ്ക് ആവുള്ളൂ എന്നാണ് പറയുന്നത്. അരമണിക്കൂറെങ്കിലും കഴിയുമ്പോഴേ ബോഡി മൈൻഡും കൂടെ സിങ്ക് ആവുള്ളൂ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്നുള്ള രീതിയിലാണ് 5:30 to 6:30 ഈ ഒരു ക്ലാസ് വെച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ. കാരണം
ഈ സമയത്ത് മനസ്സും ശരീരവും ഒരേ ട്രാക്കിലേക്ക് വരികയും ഈ സമയത്ത് നമ്മൾ കേൾക്കുകയും മനസ്സിലാക്കുകയും പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ, കാണുക, കേൾക്കുക, മനസ്സിലാക്കുക, പഠിക്കുക, ചിന്തിക്കുക, ഈ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറും. കാരണം മൈൻഡ് സെറ്റ് എപ്പോഴും ഒരു ആൽഫ സ്റ്റേജിൽ ചിന്തകളുടെ എണ്ണം കുറയുന്നു, ഗാഢത കുറയുന്നു എന്നുള്ളൊരു സമയത്ത് വളരെ പെട്ടെന്ന് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കയറുന്നു. അതല്ലെങ്കിൽ കോൺഷ്യസ് മൈൻഡിലൂടെ പല ആവർത്തി ചെയ്യുന്ന കാര്യങ്ങൾ ഈ പ്രീ കോൺഷ്യസ് മൈൻഡിലൂടെ സഞ്ചരിച്ച് അവിടെയും റിപ്പീറ്റ് നടക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് അത് പോകുന്നുള്ളൂ. അപ്പോൾ ഈ മോർണിംഗ് പ്രത്യേകിച്ച് ഒരു 4 മണി മുതൽ ഒരു 6 മണി വരെയുള്ള സമയത്ത് നടക്കുന്ന കാര്യങ്ങൾ വളരെ പെട്ടെന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമ്മൾ പഠിക്കുന്നത് ഈ സമയം തിരഞ്ഞെടുക്കാൻ കാരണം. അപ്പോൾ ഈ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൻ്റെ പ്രധാന ഉദ്ദേശം തന്നെ ലൈഫിൽ ഗ്രോ ചെയ്യാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും അതിനായിട്ട് കൈമേയ് മറന്ന് എഫേർട്ട് എടുക്കാൻ തയ്യാറാവുകയും ചെയ്യുമ്പോൾ പലരെ സംബന്ധിച്ചിടത്തോളം, പ്രത്യേകിച്ച് നമ്മുടെ മലയാളികളുടെ ഒരു പ്രധാന ഒരു പ്രത്യേകതകളിൽ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം വേണമെന്ന് ആഗ്രഹിക്കൂ, അതിനായിട്ടെല്ലാം ശ്രമിക്കുകയും ചെയ്യും. എനിക്കത് വേണം, എനിക്കത് ആവശ്യമുണ്ട്, എനിക്കങ്ങനെ ചെയ്യണം എന്നുള്ള രീതിയിലെല്ലാം വേണമെന്ന് ആഗ്രഹിക്കും, അതിനായിട്ട് ശ്രമിച്ചു തുടങ്ങും. പക്ഷേ ഈ ശ്രമിച്ചു തുടങ്ങൽ 100 പേര് ഒരു കാര്യത്തിനായിട്ട് ശ്രമിക്കുമ്പോൾ അതിൻ്റെ അവസാനം വരെ എത്തുന്നത് വെറും 5 പേരാണെന്നാണ് പറയുന്നത്. കാരണം ഈ ബാക്കി 95 പേരും പല സ്റ്റേജിൽ വിട്ടിട്ട് പോകുന്നു. കാരണം ഗ്രോ ചെയ്യണം, വളരണം, സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും നമ്മൾ വളരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു. അപ്പോൾ ഈ വളരാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു. ഈ ഒരു ക്ലാസ്സിനെ പറ്റി കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ആഗ്രഹിക്കുന്നവർ ക്ലാസ്സിൽ പങ്കെടുക്കാൻ നോക്കുന്നു. പങ്കെടുത്ത് കഴിയുമ്പോൾ അയ്യോ ഇതുപോലെയൊക്കെ പ്രവർത്തിക്കണോ, അതൊരു ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം ബുദ്ധിമുട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ലേണിംഗ് പ്രോസസ്സിൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ പഠിച്ചതാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ കാര്യങ്ങളിലേക്ക്, പുതിയ ശീലങ്ങളിലേക്ക് ഇറങ്ങേണ്ടി വരുമ്പോൾ നമ്മളുടെ മൈൻഡ് സെറ്റിന് അൺകംഫർട്ടബിൾ ഫീൽ ചെയ്യുന്നു. നമ്മുടെ കംഫർട്ടിനെ ബ്രേക്ക് ചെയ്യുന്നൊരു സാധനമാണ്. അങ്ങനെ ആ ഒരു കംഫർട്ട് ബ്രേക്ക് ചെയ്യുന്നു എന്ന് തോന്നുമ്പോൾ, അധികമായിട്ട് ജോലി എടുക്കേണ്ടി വരുമെന്ന് തോന്നുമ്പോൾ മൈൻഡ് സെറ്റ് ഇതിനകത്ത് നിന്ന് റിജക്റ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു, ഇതിനകത്ത് നിന്ന് നമ്മൾ ഒഴിവാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. വളരെ പെട്ടെന്ന് നമ്മൾ അതിനകത്ത് നിന്ന് ഒഴിവാകും. കാരണം അങ്ങനെ ഒഴിവാവരുത് എങ്കിൽ നമ്മളുടെ ഗ്രോ ചെയ്യേണ്ട നമ്മളുടെ ആവശ്യം, വളരേണ്ട നമ്മളുടെ ആവശ്യം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ടും തീവ്രമായിട്ടുമായിരിക്കണം. തീവ്രമായിട്ടുള്ളൊരു കാര്യമാണെങ്കിൽ മൈൻഡ് സെറ്റിന് പിന്മാറാൻ ശ്രമിക്കുമെങ്കിൽ പോലും നമ്മളത് പിന്മാറില്ല. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് നമ്മളെ ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ കോൺഷ്യസ് മൈൻഡിന് അറിയാം, ഇതിൻ്റെ ആവശ്യബോധം അറിയാവുന്നത് കൊണ്ട് കോൺഷ്യസ് മൈൻഡ് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കും. സബ് കോൺഷ്യസ് മൈൻഡ് പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷേ കോൺഷ്യസ് മൈൻഡിന് ഇതിൻ്റെ ആവശ്യബോധത്തിനെ പറ്റി മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോൺഷ്യസ് മൈൻഡ് ഇതിന് എഫേർട്ട് എടുക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ പലപ്പോഴും പിന്മാറുന്നതിൻ്റെ കാര്യം ആവശ്യമില്ലാഞ്ഞിട്ടല്ല, ആ ആവശ്യത്തിനനുസരിച്ചുള്ള എഫേർട്ട് എടുക്കാനുള്ള നമ്മളുടെ ആ ഒരു കംഫർട്ടിൻ്റെ പ്രശ്നമാണ് നമ്മളെ പലപ്പോഴും പല കാര്യങ്ങളും ആഗ്രഹിക്കുന്നു, ശ്രമിക്കുന്നു, പിന്മാറുന്നതിൻ്റെ പ്രധാന ലക്ഷണം. ഇപ്പോൾ എക്സാമ്പിൾ ജസ്റ്റ് എന്ന് പറയുന്നുള്ളൂ. കാരണം ഞങ്ങളുടെ വീടിനടുത്തുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായി ഡയാലിസിസ് ചെയ്യുന്ന ഒരാളാണ്. ആഴ്ചയിൽ ഒരു ദിവസം 1-2 ദിവസം ഡയാലിസിസിന് പോകണം. ഡയാലിസിസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ച് പുള്ളിയെ സംബന്ധിച്ച് പോകാൻ ഭയങ്കര മടിയായി, യാത്ര ചെയ്യാനും മറ്റേ ഇതിൻ്റെ ഈ ഡയാലിസിസ് ചെയ്യുമ്പോൾ പെയിനാണെന്നൊക്കെ പുള്ളി പറയുന്നു. അപ്പോൾ അതിൻ്റെ കാര്യത്തിലേക്ക് പോകാനൊക്കെ ഭയങ്കര മടിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ആവശ്യബോധം, ഇനിയും ജീവിക്കണം, ഇത് ചെയ്തില്ലെങ്കിൽ ലൈഫിൽ വലിയ ബുദ്ധിമുട്ടാവും എന്നുള്ള ഈ ഒരു ആവശ്യബോധം അദ്ദേഹത്തിനെ കൊണ്ട് എന്ത് സംഭവിച്ചാലും ഈ ഡയാലിസിസിന് പോകാൻ നിർബന്ധിതനാക്കുന്നു. അപ്പോൾ പറഞ്ഞു വരുന്നത്, നമ്മളുടെ ആവശ്യബോധം തീവ്രമാണെങ്കിൽ മാത്രമേ നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു കാര്യത്തിൽ ഇടപെടാനും റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതല്ലെങ്കിൽ 1-2 പരാജയം, ഫെയിൽ നേരിടുമ്പോൾ നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ട് അല്ല നമ്മുടെ പ്രവർത്തനത്തിന് കിട്ടുന്നതെന്ന് മനസ്സിലാകുമ്പോൾ നമ്മൾ പിന്മാറും. അപ്പോൾ പറഞ്ഞു വരുന്നത്, നിർബന്ധ ബുദ്ധിയോടുകൂടി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ ലൈഫിൽ ചേഞ്ച് ഉണ്ടാവുള്ളൂ. അത് ആ ഒരു ആവശ്യം, എൻ്റെ ലൈഫിൽ ഗ്രോ ചെയ്യണം, വളരണം എന്നുള്ള ആവശ്യം നമ്മളിൽ അത്രത്തോളം തീവ്രമായവർക്ക് മാത്രമേ വളർച്ച സംഭവിക്കുകയുള്ളൂ, അതിനുള്ള എഫേർട്ട് എടുക്കുകയുള്ളൂ. അപ്പോൾ നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കണം, എൻ്റെ വളർച്ചയ്ക്കുള്ള ആവശ്യബോധം എത്രത്തോളം ഉണ്ട്? വളർച്ചയ്ക്കുള്ള ആവശ്യബോധം നമുക്ക് കാര്യമായിട്ടില്ല, നമ്മളത് വളർന്നില്ലെങ്കിലും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു സംശയം വേണ്ട, അധികം വൈകാതെ ഇതിൽ നിന്നും പിന്മാറുക തന്നെ ചെയ്യും. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. അപ്പോൾ ഗ്രോ ചെയ്യേണ്ട ആവശ്യബോധം അതിതീവ്രമാക്കിയിട്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അത് ആ ഒരു തീവ്രമായിട്ട് നിർത്തുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്ത് മാറ്റം
മാറ്റങ്ങളും നമ്മുടെ ലൈഫിൽ സംഭവിക്കുള്ളൂ. കാരണം ഈ മാറ്റങ്ങൾ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഈ മാറ്റങ്ങൾ എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നാണ് ജസ്റ്റ് നോക്കാൻ പോകുന്നത്. 3 തരം മൈൻഡ് സെറ്റാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. 3 തരം മൈൻഡ് സെറ്റ് അല്ല, മൈൻഡ് സെറ്റിനെ 3 ആയിട്ട് തിരിച്ചിരിക്കുന്നതെന്ന് കണ്ടു കഴിഞ്ഞു. ഒന്ന് കോൺഷ്യസ് മൈൻഡ് എന്നും, രണ്ടാമത്തത് പ്രീ കോൺഷ്യസ് മൈൻഡ് എന്നും, മൂന്നാമത്തത് സബ് കോൺഷ്യസ് മൈൻഡ് എന്നാണ് ഇതിനെ പേരിട്ടിരിക്കുന്നത്. ഇത് ഈ നമ്മുടെ എന്താ പറയുന്നത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെ മനഃശാസ്ത്രപരമായിട്ടുള്ള കണ്ടുപിടുത്തങ്ങളാണ് ഈ സബ് കോൺഷ്യസ് മൈൻഡും പ്രീ കോൺഷ്യസ് മൈൻഡും എന്നൊക്കെയാണ് പറയുന്നത്. ഞാനൊരു ഇതിൽ വായിച്ചതാണ്. അപ്പോൾ ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാക്കന്മാരിൽ ഒരാളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ പ്രധാന പിതാക്കന്മാരിലുള്ള മറ്റൊരു മനഃശാസ്ത്രജ്ഞനുണ്ട്, ജർമ്മൻകാരനെ കണ്ട് പേര് കിട്ടുന്നില്ല. ജർമ്മൻകാരൻ്റെതായിട്ടുള്ളതായിട്ടാണ് ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആയിട്ട് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ അതേ ഗണത്തിൽപ്പെടുന്ന ആളാണ് സിഗ്മണ്ട് ഫ്രോയിഡും. അദ്ദേഹമാണ് ഈ മൈൻഡ് സെറ്റിന് 3 ലെയറുകളായിട്ടുള്ള മൈൻഡ് സെറ്റാണെന്നും 3 ഭാഗങ്ങളായിട്ട് തിരിച്ചതെന്നും ഇവിടെ എന്തൊക്കെയാണ് ഫങ്ഷൻസ് നടക്കുന്നതെന്നൊക്കെ അദ്ദേഹമാണ് ഈ ഒരു കണ്ടുപിടിച്ച ആളുകളിലേക്ക് എത്തിച്ചിരിക്കുന്നത്. അതായത് കോൺഷ്യസ് മൈൻഡ് നമ്മൾ ഉപബോധ മനസ്സെന്ന് പറയും. കാരണം ഈ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ മൈൻഡ് സെറ്റ് എന്താണെന്നും എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും മനസ്സിലായെങ്കിൽ മാത്രമേ മൈൻഡ് സെറ്റ് ചേഞ്ചിങ് നടക്കുന്നുള്ളൂ. അതല്ലാത്തടത്തോളം കാലം നമുക്കത് മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തൊരു കാര്യവും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റം വരുത്തേണ്ടത് ഏത് സാധനത്തിനെയാണെന്ന് ആദ്യം നമ്മൾ തിരിച്ചറിയണം. രണ്ടാമത്തത് എങ്ങനെയാണ് അത് മാറ്റം വരുത്തേണ്ടതെന്ന് നമ്മൾ മനസ്സിലാക്കണം. മൂന്നാമത്തത് എന്തിനു വേണ്ടിയാണ് മാറ്റം വരുത്തേണ്ടതെന്ന് മനസ്സിലാക്കണം. ഈ 3 കാര്യങ്ങളും നമുക്ക് മനസ്സിലായെങ്കിൽ, നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയെങ്കിൽ മാത്രമേ മാറ്റം സംഭവിക്കുള്ളൂ എന്തിലും. ഇപ്പോൾ എൻ്റെ ബോഡി ഫിറ്റാക്കി നിർത്തണമെന്ന് ആഗ്രഹിക്കും, ഇപ്പോഴുള്ള ഈ ബോഡി ഷേപ്പൊക്കെ മാറ്റി ഫിറ്റാക്കി മാറ്റണം എന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇപ്പോഴത്തെ ബോഡി ഷേപ്പിൻ്റെ പ്രത്യേകത എന്താണ്. ഇനി രണ്ടാമത് ഇത് ഫിറ്റാക്കി മാറ്റണമെങ്കിൽ ഞാൻ എന്തൊക്കെ പ്രോസസ്സിലൂടെ കടന്നു പോകണം, അല്ലെങ്കിൽ എന്തൊക്കെ ചെയ്താലാണ് എൻ്റെ ബോഡി ഫിറ്റായിട്ട് മാറുക. മൂന്നാമത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ബോഡി ഫിറ്റാക്കി മാറ്റേണ്ടത്. ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ മാത്രമേ എൻ്റെ ഇപ്പോഴത്തെ ബോഡി ഷേപ്പിൽ നിന്നും നല്ല ഒരു ഫിറ്റായിട്ടുള്ളൊരു ബോഡി ഷേപ്പിലേക്ക് ചേഞ്ച് ആവുകയുള്ളൂ. അല്ലാത്തടത്തോളം കാലം ഈ ചേഞ്ച് ആവണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവും. ഞാൻ കുറച്ച് ദിവസം ജിമ്മിൽ പോകും. അതൊക്കെയാണ് മിക്കപ്പോഴും ഈ ന്യൂ ഇയർ സമയത്തൊക്കെ ജിമ്മുകാരുടെയൊക്കെ ചാകര എന്ന് പറയുന്നത്. ഒരാഗ്രഹത്തിൻ്റെ പുറത്തൊക്കെ പുറങ്ങിപ്പെടപ്പെടുന്നു. കുറച്ച് കാലം കഴിയുമ്പോഴേക്ക് ഇത് എന്തിനു വേണ്ടിയാണെന്നും എങ്ങനെയാണ് ഇത് ഈ ജിമ്മിൽ പോയാൽ പോലും റിസൾട്ട് ഉണ്ടാവുള്ളൂ എന്നുള്ള കൃത്യമായിട്ട് ബോധം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ സംബന്ധിച്ചാലും കുറച്ച് ദിവസം പോകും. അത് നമുക്കൊരു ഉറപ്പായിട്ടും ആദ്യം കാണുന്ന പോലെ തന്നെ ജിമ്മിലൊക്കെ എപ്പോഴും പോകുമ്പോൾ ആദ്യം സംഭവിക്കുന്നത് മസിൽ ആഗ്രഹിച്ച് പോകുന്നു, പക്ഷേ വേദനയാണ് വരുന്നത് സ്വാഭാവികമായിട്ടും. ആ വേദന കൺസിസ്റ്റൻ്റ് ആയിട്ട് വന്നു കഴിയുമ്പോൾ വേദന നമുക്ക് പിന്നീട് ഇല്ലാതെയാവുകയും പിന്നീട് നമുക്കതൊരു ആനന്ദകരമായിട്ട് മാറുകയൊക്കെ ചെയ്യുന്നുള്ളത് അതിൻ്റെ പ്രോസസ്സാണ്. പക്ഷേ ഈ പ്രോസസ്സ് മനസ്സിലാക്കാത്തത് കൊണ്ട് കുറച്ച് ദിവസത്തെ വേദന, 2 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പോയി കഴിയുമ്പോഴേക്ക് 2 ദിവസം ബോഡിക്ക് നല്ല പെയിനാണ്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ വയ്യ, നല്ല വേദനയാണ്, 2 ദിവസം കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിക്കും. ഈ 2 ദിവസം അങ്ങനെ മാറിപ്പോകും. അപ്പോൾ ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഈ പ്രോസസ്സ് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് നമ്മളുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് ചേഞ്ച് സംഭവിക്കുക എന്ന് മനസ്സിലാക്കണം. എന്തിനു വേണ്ടിയാണ് ചേഞ്ച് ഉണ്ടാവേണ്ടത് എന്ന് മനസ്സിലാക്കണം. അതുപോലെയാണ് നമ്മുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യണമെങ്കിൽ എന്താണ് മൈൻഡ് സെറ്റ് എന്നും എങ്ങനെയാണ് അത് ചേഞ്ച് ആവുകയെന്നും എന്തിനു വേണ്ടിയാണ് ചേഞ്ച് ആവേണ്ടതെന്നും ഈ 3 കാര്യങ്ങൾക്ക് ഉത്തരം നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ആദ്യത്തെ കോൺഷ്യസ് മൈൻഡ്, നമ്മുടെ ഉപബോധ മനസ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉപബോധ മനസ്സിലാണ് ഇപ്പോഴത്തെ ചിന്തകളും ഇപ്പോഴത്തെ ആവശ്യങ്ങളും ഉള്ളത്. ഇപ്പോഴത്തെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ചിന്തകളും പ്രവൃത്തികളൊക്കെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനങ്ങളാണ്. കോൺഷ്യസ് മൈൻഡ് ഉപബോധ മനസ്സിൻ്റെ, അതായത് ഇപ്പോൾ ഞാൻ ഈ ക്ലാസ് എടുക്കുന്നത് എൻ്റെ ഉപബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. ഇപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ എക്സാമ്പിൾ പറയണം, ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ എന്തെങ്കിലും ഒരു കത്തിയോ ബ്ലേഡോ ഉണ്ടെന്ന് സങ്കല്പിക്കുക. ഞാൻ നിങ്ങളെ ക്ലാസ് എടുക്കുന്നതിൻ്റെ സമയത്ത് അറിയാതെ എൻ്റെ കൈ അവിടെ തട്ടിയെങ്കിൽ പെട്ടെന്ന് ഞാൻ ചിന്തിക്കാതെ കൈ പിൻവലിക്കും. പക്ഷേ ഞാനിപ്പോൾ ക്ലാസ് എടുക്കുമ്പോൾ സംസാരിക്കുന്നത് എന്ത് വാക്കാണ് സംസാരിക്കുന്നത്, എന്ത് പോയിന്റാണ് സംസാരിക്കുന്നത്, ആരോടാണ് സംസാരിക്കുന്നത്, എന്തിനു വേണ്ടി സംസാരിക്കുന്നത്, എനിക്ക് കൃത്യമായ ബോധമുണ്ട്. ആ ബോധത്തോടു കൂടിയാണ് ഞാൻ സംസാരിക്കുന്നത്. പക്ഷേ പെട്ടെന്ന് ഇവിടെ എവിടെയെങ്കിലും എൻ്റെ കൈ തട്ടി എനിക്ക് കൈ ഒന്ന് വേദനിക്കുമ്പോൾ ഞാൻ കൈ പിൻവലിക്കുന്നത് ചിന്തിച്ചുകൊണ്ടല്ല, അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ്. വേദന എടുക്കുന്നു എന്നുള്ള ഒരു തോട്ട് അവിടെ വരികയും ആ ഒരു ഫീലിംഗ് അവിടെ വരികയും വേദന എടുക്കുമ്പോൾ എന്താണ് അവിടെ ആക്ഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് സബ് കോൺഷ്യസ് മൈൻഡിൽ പതിഞ്ഞു പോയിരിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് പെട്ടെന്ന് അവിടെ നിന്ന് കൈ പിൻവലിക്കുന്നത്. എന്നാൽ സംസാരിക്കുമ്പോൾ എൻ്റെ കൈ ചലിക്കുന്നത് പോലും ഞാൻ അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ചലിക്കുന്ന മിക്കപ്പോഴും സന്ദർഭങ്ങളുണ്ടാവും. അപ്പോൾ ഈ നിമിഷങ്ങളിലെ, ഈ സമയത്തെ, ഈ സാഹചര്യത്തിലെ എൻ്റെ ചിന്തകളും പ്രവർത്തനങ്ങളും ആക്ഷൻസും എൻ്റെ ഉപബോധ മനസ്സിൻ്റെ അല്ല, എൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെ നേരത്തെ പറഞ്ഞ മിസ്റ്റേക്കാണ്.
കോൺഷ്യസ് മൈൻഡിൻ്റെ ബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളാണ്. അതായത് ഇത് പെട്ടെന്ന് ഈ ബോധ മനസ്സിൻ്റെ പ്രവർത്തനങ്ങളെ, അതായത് കോൺഷ്യസ് മൈൻഡിൻ്റെ ആക്ഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും, നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഈ വാക്ക് ഇപ്പോൾ സംസാരിക്കേണ്ട എന്ന് ഈ ക്ലാസ് എടുത്തു പോകുമ്പോൾ അടുത്ത വാക്ക്, അടുത്ത ടോപ്പിക് എന്താണെന്ന് പോലും എനിക്കറിയാം, അത് സംസാരിക്കേണ്ട എന്ന് എനിക്ക് തീരുമാനിക്കാം. അതുപോലെ ഞാനിപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ പോകണമെന്ന് തോന്നുന്നു, ഈ തോന്നലിൽ വെള്ളം കുടിക്കുക എന്നുള്ള പ്രക്രിയ അല്ലെങ്കിൽ ആ ഒരു തോന്നലും പ്രോസസ്സും അതൊക്കെ നടക്കുന്നത് ബോധ മനസ്സിൻ്റെ പ്രവർത്തികളാണ്. അത് വേണ്ടെന്ന് എനിക്ക് വയ്ക്കാൻ എനിക്ക് പറ്റും. അപ്പോൾ ബോധ മനസ്സ് ഈ നിമിഷം നടക്കുന്ന കാര്യങ്ങൾ ചിന്തിക്കുക, പ്ലാൻ ചെയ്യുക, അതുപോലെ തന്നെ ഈ സംഭവങ്ങളൊക്കെയാണ് ബോധ മനസ്സിൻ്റെ പ്രോസസ്സുകൾ. ഇപ്പോൾ ഉദാഹരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ജിമ്മിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, ജിമ്മിൽ പോകാൻ തുനിയുന്നു, ഇത് ബോധ മനസ്സിൻ്റെ പ്രക്രിയയാണ്. അതുപോലെ തന്നെ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം ചെയ്യണം, എനിക്ക് നന്നായിട്ട് വളരണമെന്ന് ആഗ്രഹിക്കുന്നു, ഇത് ബോധ മനസ്സിൻ്റെ പ്രോസസ്സാണ് അല്ലെങ്കിൽ പ്രക്രിയയാണ്. ഇതൊക്കെ കറണ്ട് സിറ്റുവേഷനിൽ നടന്നുകൊണ്ടിരിക്കുന്ന സാധനങ്ങളാണ് ബോധ മനസ്സ്. ഇതിൽ നിന്നും ഒരു യാത്രയുണ്ട്, സബ് കോൺഷ്യസ് മൈൻഡിലേക്കുള്ളൊരു യാത്ര. അതെങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മളുടെ മൈൻഡിലേക്ക് വരില്ല, അത് ഓർത്തെടുക്കുമ്പോഴേ വരുള്ളൂ. ഉദാഹരണത്തിന് പെട്ടെന്ന് ഈ നിമിഷം ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ മനസ്സിൽ ATMൻ്റെ പിന്നിൻ്റെ ആവശ്യം നിങ്ങളുടെ മൈൻഡിലില്ല, ATMൻ്റെ പിന്നിൻ്റെ ആവശ്യമില്ല. പക്ഷേ അത്തരൊരു സിറ്റുവേഷൻ വരുമ്പോൾ ഒരിക്കലും നിങ്ങളുടെ ഇപ്പോഴുള്ള ഓർമ്മയിലുള്ള സാധനമല്ല അത് ഓർത്തെടുക്കുന്നു. ATMൻ്റെ പിന്നിൻ്റെ കാര്യം നിങ്ങൾക്ക് ആ ഒരു പർപ്പസ് ആവശ്യം വരുമ്പോൾ, അതായത് ATM കൗണ്ടറിൽ പോകുമ്പോഴോ അല്ലെങ്കിൽ ATMന് പിന്നടിക്കേണ്ട ഏതെങ്കിലും സാഹചര്യം വരുമ്പോൾ മാത്രമേ ആ പിന്ന് നിങ്ങൾ ഓർത്തെടുക്കുകയുള്ളൂ. അതുപോലെ വെഡ്ഡിങ് ആനിവേഴ്സറി, അതുപോലെ ബർത്ത്ഡേ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആനിവേഴ്സറികൾ, ഇതൊന്നും നമ്മളുടെ നമ്മൾ ആ നിമിഷങ്ങളിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല, അത് ഓർത്തെടുത്ത് ചെയ്യേണ്ടതാണ്. അതുപോലെ നമ്മൾ നേരത്തെ എങ്ങോ പോയ ഒരു സ്ഥലത്തേക്കുള്ള വഴി നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകുമ്പോൾ മാത്രമേ അത് ഓർത്തെടുക്കേണ്ടതുള്ളൂ. അതുപോലെ നേരത്തെ പോയ ഒരു സ്ഥലം, ആ സ്ഥലത്തുള്ള സംഭവങ്ങളും സാഹചര്യങ്ങളും ആ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കില്ല. അത് ഇപ്പം നമുക്കത് ആവശ്യമുള്ള കാര്യമില്ല, പക്ഷേ അത് നമുക്ക് ആവശ്യം വരുന്ന സമയത്ത് ഓർത്തെടുക്കുന്ന പ്രക്രിയ ആ ഒരു മൈൻഡ് സെറ്റിൽ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സാണ് ശരിക്കും പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പ്രീ കോൺഷ്യസ് മൈൻഡിലേക്കുള്ള യാത്ര, നമ്മളുടെ മൈൻഡ് സെറ്റ്, ചിന്താരീതികളും കാഴ്ചപ്പാടുകളും അറിവുകളുമാണ് നമുക്ക് നമ്മുടെ ചിന്താരീതികളും കാഴ്ചപ്പാടുകളാണ് മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞു. ചിന്താരീതികൾ എങ്ങനെയാണ് രൂപപ്പെടുന്നത് എന്നുള്ള പിന്നീട് പഠിക്കാം. അപ്പോൾ ചിന്താരീതികൾ നമ്മുടെ ഈ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്ന ഈ ഒരു പ്രക്രിയയുണ്ട്, ഇതിനെയാണ് ശരിക്കും നമ്മളുടെ ഈ പ്രീ കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് നടത്തണമെങ്കിൽ ആദ്യത്തെ ജോലി എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം കോൺഷ്യസ് മൈൻഡിൽ പ്രവർത്തനം തുടങ്ങണം. കോൺഷ്യസ് മൈൻഡിൽ, അതായത് എന്ത് ചിന്തിക്കണം, എന്ത് പ്രവർത്തിക്കണം, എങ്ങനെ പെരുമാറണം, എന്ത് സംസാരിക്കണം, ഇതൊക്കെ കോൺഷ്യസ് മൈൻഡിൻ്റെ ബൈ പ്രോഡക്റ്റുകളാണ്. അപ്പോൾ ഈ ഭാഗത്ത് നമ്മൾ ആദ്യം വർക്ക് തുടങ്ങണം. ഞാനിപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി എങ്ങനെ ചിന്തിക്കുന്നു, ഇതുവരെ ചിന്തിച്ച രീതിയിൽ തന്നെ ഇനിയും ചിന്തിക്കുകയാണെങ്കിൽ, ഉദാഹരണത്തിന് എനിക്കിപ്പോൾ ഇന്ന് കാക്കനാട് പോകണം എന്നാണ് എൻ്റെ ആവശ്യം. ഇത് എൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ് ഈ കാക്കനാട് പോകുന്ന കാര്യത്തിലേക്ക് നടക്കുന്നത്. ഈ കാക്കനാടിലേക്ക് പോകുന്നത് എങ്ങനെ പോകണം എന്നാണ് എൻ്റെ ആവശ്യം. അപ്പോൾ ചിന്തിക്കുക, ഞാൻ എൻ്റെ കാറുമായിട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ കാർ ഓടിക്കുന്ന പ്രോസസ്സ് ഒരിക്കലും എൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയല്ല നടക്കുന്നത്. കാറ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവും, അത് എടുക്കുന്നുണ്ടാവും, അങ്ങോട്ട് യാത്ര ചെയ്യുന്നുണ്ടാവും, ഇതിനിടയ്ക്ക് പല ബ്ലോക്കുകളും ഉണ്ടാവും, അതുപോലെ പെട്ടെന്ന് പോകാനുള്ള റോഡ് ഫ്രീ ആയിട്ട് കിടക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. ഈ സമയത്തുള്ള ആക്ഷൻസ് എല്ലാം, ഡ്രൈവിംഗ് എന്ന് പറയുന്ന ആക്ഷൻസ് എല്ലാം എൻ്റെ കോൺഷ്യസ് മൈൻഡിൻ്റെ അല്ല, സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനമാണ് നടക്കുക. കാരണം അത് ആൾറെഡി ഫീഡ് ചെയ്തിരിക്കുന്നതാണ്. തിരക്കുള്ള റോഡുകളിൽ ഇങ്ങനെയായിരിക്കണം എൻ്റെ ഡ്രൈവിങ്, അതുപോലെ തന്നെ മുമ്പിൽ ചെക്കിംഗ് ഉണ്ടെങ്കിൽ ഇങ്ങനെയായിരിക്കണം ഡ്രൈവിങ്, അല്ലാത്ത സാഹചര്യത്തിൽ ഒരു തിരക്കില്ലാതെ ഫ്രീ ആയിട്ട് കിടക്കുന്ന റോഡിൽ ഇങ്ങനെയായിരിക്കണം ഡ്രൈവിങ്, അതല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഒരു വാഹനം വരുമ്പോൾ ഇങ്ങനെയായിരിക്കണം എൻ്റെ ഡ്രൈവിങ്. ഇതൊക്കെ എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡിൽ കാലങ്ങളോളം ചെയ്ത എക്സ്പീരിയൻസ് വെച്ചിട്ട് അതൊരു സോളിഡ് രൂപത്തിൽ ഒരു ഉറച്ച പരുവത്തിലേക്ക് എത്തിക്കിടക്കുന്നു. ഈ സാധനമാണ് ശരിക്കും പറഞ്ഞാൽ സബ് കോൺഷ്യസ് മൈൻഡ്. അപ്പോൾ ഡ്രൈവിങ്ങിൽ ഞാൻ മാറ്റം വരുത്തണമെങ്കിൽ, ഇപ്പോൾ ചിന്തിക്കുക, നമ്മളെല്ലാവരും ഇവിടെ ഉപയോഗിക്കുന്നത് റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്. അതായത് വലത് സൈഡിൽ ഡ്രൈവിംഗ് സീറ്റുള്ള സ്റ്റിയറിങ്ങും മറ്റു കാര്യങ്ങളും വലത് സൈഡിലുള്ളൊരു സാധനം. ഇത് ഓടിച്ചു പോകുന്ന അതേ രീതിയിൽ, അതേ മൈൻഡിൽ ഒരിക്കലും നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഉള്ളൊരു വണ്ടി ഓടിക്കാൻ പെട്ടെന്ന് സാധിക്കില്ല. പെട്ടെന്ന് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് മാറുമ്പോൾ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഡ്രൈവിംഗ് ആവില്ല, അവിടെ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യണം. കാരണം ഈ നിമിഷത്തിൽ പ്രവർത്തിക്കേണ്ടി വരുന്നത്. അപ്പോൾ ക്ലച്ച് ഇരിക്കുന്നത് നമുക്കറിയാം സെയിം സ്ഥലത്തായിരിക്കും, പക്ഷേ നമ്മളുടെ വാഹനത്തിൻ്റെ വീതിയിലുള്ള വ്യത്യാസങ്ങൾ വ്യത്യാസപ്പെടുന്നു, അതുപോലെ ഓവർടേക്ക് ചെയ്യേണ്ട സൈഡുകൾ വ്യത്യാസം വരുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റം വരും. അപ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് നമുക്ക് എത്രത്തോളം എക്സ്പീരിയൻസ് ആയിരുന്നോ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത പ്രവർത്തിയാണ്. അവിടെ നമ്മുടെ കോൺഷ്യസ് മൈൻഡിന് പിന്നീട് ജോലിയില്ല, കോൺഷ്യസ് മൈൻഡിൻ്റെ ആവശ്യം പിന്നെ അവിടെ ഇല്ല.
എന്നാൽ പെട്ടെന്ന് തന്നെ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് മാറേണ്ടി വരുമ്പോൾ അവിടെ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യില്ല. കാരണം അത് ചെയ്ത ശീലമുള്ള സാധനം അല്ല അവിടെ വരുന്നത്, പുതിയൊരു സാധനമാണ്. പുതിയൊരു സാധനം വരുമ്പോൾ കോൺഷ്യസ് മൈൻഡ് അവിടെ വർക്ക് ചെയ്ത് തുടങ്ങണം. കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്ത് തുടങ്ങിയതിന് ശേഷം അത് സ്ഥിരമായിട്ട് കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുന്ന പ്രക്രിയ എന്ന് പറയുന്നത്, ആദ്യ സമയത്ത് ഓടിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡ് വർക്ക് ചെയ്യുന്നു, പിന്നീട് ഓടിക്കുമ്പോൾ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പതുക്കെ പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ചേഞ്ച് ആവുന്നു. കാരണം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിക്കേണ്ടി വരുമ്പോൾ ഇങ്ങനെയാണെന്നുള്ളത് ആൾറെഡി കോൺഷ്യസ് മൈൻഡ് സെറ്റ് ചെയ്ത് കഴിഞ്ഞൊരു സാധനം വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് പതുക്കെ പതുക്കെ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് പോകുന്നു. അതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഇങ്ങനെ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പതുക്കെ 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 സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് യാത്ര ചെയ്യുന്നു. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് കാലം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിക്കുന്നു. ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് ഓടിച്ചതിന് ശേഷം ഈ ഒരു സാധനം നമ്മുടെ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പ്രീ കോൺഷ്യസ് മൈൻഡിലൂടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു, അവിടെ സെറ്റ് ആവുന്നു. പിന്നെ ഒരു 3-4 മാസത്തിന് ശേഷം നമ്മൾ ഈ ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് കണ്ടിന്യൂസ് ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു 3-4 മാസം കഴിയുമ്പോൾ അത് പിന്നെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയായി. പിന്നെ അവിടെ കോൺഷ്യസ് മൈൻഡിന് ജോലിയില്ല. കാരണം പുതിയ സാധനമല്ല, റിപ്പീറ്റ് ചെയ്ത് നമുക്കത് സോളിഡ് പരുവത്തിലുള്ളൊരു സാധനമായതുകൊണ്ട് തന്നെ പിന്നെ കോൺഷ്യസ് മൈൻഡിന് അവിടെ ജോലിയില്ല. ആ സാഹചര്യത്തിൽ ചിന്തിച്ച് നോക്കുക, റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വണ്ടി ഓടിച്ച നമ്മൾ ആദ്യ ദിവസം ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവിലേക്ക് ഓടിക്കുമ്പോൾ മറ്റൊരു കാര്യത്തിൽ നമ്മുടെ ശ്രദ്ധയുണ്ടാവില്ല. ഫോൺ വരുന്ന മുമ്പ് നമ്മൾ മൈൻഡ് ചെയ്യുന്നുണ്ടാവില്ല. റോഡിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പരിചയക്കാരുണ്ടോ നമ്മൾ നോക്കുന്നുണ്ടാവില്ല. ഒരു ബിൽഡിംഗ് ഉണ്ടെങ്കിൽ അതിലെന്താ നടക്കുന്നത് നമ്മൾ നോക്കുന്നുണ്ടാവില്ല. ഇതൊന്നും ഉണ്ടാവില്ല. കോൺഷ്യസ് മൈൻഡിൻ്റെ പ്രവർത്തനത്തിനിടയിൽ നമ്മൾ ആ ഒരു പ്രവൃത്തിയിൽ മാത്രമേ ഫോക്കസ് ചെയ്യുന്നുണ്ടുള്ളൂ. ഇത് സ്ഥിരമായിട്ടൊരു 3-4 മാസം ഈ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ പിന്നെ ഇത് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് മറ്റ് ജോലികളിലേക്ക് കിടക്കും. അതായത് ആ സമയത്ത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും, ഫോൺ നോക്കുന്നുണ്ടാവും, ചിലപ്പോൾ മാർക്കറ്റ് നോക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമ്മുടെ ഓപ്പോസിറ്റ് വരുന്ന ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ടാവും, ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടൊരു വണ്ടി പോകുന്നുണ്ടെങ്കിൽ അതിനെ ശ്രദ്ധിക്കുന്നുണ്ടാവും, അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടാവും. കാരണം ആ ഡെയിലി ചെയ്യേണ്ട പ്രോസസ്സ് സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് കഴിഞ്ഞു. അപ്പോൾ പിന്നെ അത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയായിട്ട് മാറി. അപ്പോൾ ആക്ഷൻസിൽ മാറ്റം വരുത്തുന്നത് നമ്മൾ ആദ്യം കോൺഷ്യസ് മൈൻഡിൽ ചിന്തിക്കുന്ന രീതി മാറണം. ചിന്തിക്കുന്ന രീതി മാറേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളുടെ സംസാര ശൈലി മാറേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ ശൈലിയിൽ സംസാരിച്ചാൽ പോരാ, എനിക്ക് കുറച്ചും കൂടെ നല്ല രീതിയിൽ ജീവിതം വളരണമെങ്കിൽ സ്വാഭാവികമായിട്ടും, ഉദാഹരണത്തിന് ഇപ്പം ഞാൻ ഇടപഴകുന്ന ആളുകളുമായിട്ടായിരിക്കില്ല ചിലപ്പോൾ ഒരു 10 വർഷം കഴിയുമ്പോൾ ഞാൻ ഇടപഴകേണ്ടത്. കാരണം ഞാൻ വളരുമ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ സ്റ്റാൻഡേർഡ് വളരുന്നു, അതുപോലെ ഞാൻ ഇടപഴകുന്ന ആളുകൾ വളരുന്നു. അപ്പോൾ ഞാനൊരു 10 വർഷം കഴിഞ്ഞ് ആരോട് ഇടപഴകണം, അപ്പോൾ അത് ഞാൻ ഇപ്പോഴേ പരിശീലിക്കുമ്പോൾ ഞാൻ ആ ഇടപഴകുന്ന രീതി 10 വർഷം കഴിയുമ്പോഴേക്കും എൻ്റെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്തിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികം ഒരു രൂപത്തിൽ എനിക്ക് അവിടെ ഇടപഴകാൻ സാധിക്കും. എന്നാൽ ഞാൻ ഇതൊന്നും ശ്രമിക്കുന്നില്ല. എപ്പോഴാണോ ഞാൻ അവരായിട്ട് ഇടപഴകേണ്ടത് ആ സമയത്ത് അത് പഠിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുമ്പോൾ ആ സമയത്ത് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയായി മാറും. അത് കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലിയായിട്ട് മാറുമ്പോൾ നമ്മൾ ഒരു അസ്വാഭാവികത ഫീൽ ചെയ്യും. ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഒരു ബില്യനേഴ്സ് എന്ന് തന്നെ കൂട്ടാം, അല്ലെങ്കിൽ മില്യനേഴ്സ്, അതായത് ഒരു 10 കോടിക്ക് മുകളിൽ ആസ്തിയുള്ളവരുടെ ഒരു മീറ്റിംഗ് നടക്കുന്നു. അവിടെ ഈ ജീവിതത്തിൽ ഇന്നേ വരെ 10 കോടി ഞാൻ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരാളാണെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികൾ, അവരുടെ ഇടപഴകുന്ന രീതികളൊന്നും എനിക്ക് വശമുണ്ടാവില്ല. അപ്പോൾ ഞാൻ അവിടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് അവിടെ ചെന്ന് ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ പെരുമാറ്റ രീതികളും എൻ്റെ പെരുമാറ്റ രീതികളും എൻ്റെ ബിഹേവും തമ്മിൽ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും. ഈ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ബാക്കിയുള്ളവർക്ക് എന്നെ പെട്ടെന്ന് തിരിച്ചറിയാം. അവർ ചിന്തിക്കുക എന്നെ അവരുടെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റുന്ന ഒരാളെ അല്ല എന്ന് ചിന്തിക്കും. എന്നാൽ എനിക്കറിയാം ഒരു 10 മാസത്തിന് ശേഷം ഈ കമ്മ്യൂണിറ്റിയിൽ ചെന്ന് പെടേണ്ട ആളാണ് ഞാൻ എന്ന് തോന്നുകയാണെങ്കിൽ ഞാൻ ഇപ്പോഴേ പ്രവർത്തനം തുടങ്ങണം. അതായത് ഈ മില്യനേഴ്സ് അല്ലെങ്കിൽ ബില്യനേഴ്സ് എങ്ങനെയാണ് അവരുടെ സംസാര രീതി, അവരുടെ ബോഡി ലാംഗ്വേജ് എങ്ങനെയാണ്, അവരുടെ ഡ്രസ്സിങ് എങ്ങനെയാണ്, അവർ ഒരു ഫുഡ് കഴിക്കുമ്പോൾ, വെള്ളം എടുത്ത് കുടിക്കുമ്പോൾ എങ്ങനെയായിരിക്കും അവരുടെ ആക്ഷൻസ്, ഇതെല്ലാം ഞാൻ ഇപ്പോഴേ നിരീക്ഷിച്ച് പഠിച്ച് ഞാൻ ശീലിക്കുന്ന സമയത്ത് എൻ്റെ കോൺഷ്യസ് മൈൻഡ് ഇത് ആക്ഷൻ, ഈ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നു. ഈ കോൺഷ്യസ് മൈൻഡ് തുടങ്ങുന്ന പ്രവർത്തനങ്ങൾ, ഈ വെള്ളം കുടിക്കുന്ന രീതി, ഭക്ഷണം കഴിക്കുന്ന രീതി, നടക്കുന്ന രീതി, സംസാരിക്കുന്ന രീതി, അപ്പോൾ എൻ്റെ ഡ്രസ്സിങ്, ഇതൊക്കെ ഞാനിങ്ങനെ റെഗുലറായിട്ട് ചെയ്യുമ്പോൾ ഇത് പ്രീ കോൺഷ്യസ് മൈൻഡിലൂടെ പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുന്നു. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തിയതിന് ശേഷമാണ് ഞാൻ ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്നതെങ്കിൽ അവരിൽ ഒരാളായിട്ട് തന്നെയായിരിക്കും ഞാൻ അവിടെ പോകുന്നത്. കാരണം എനിക്ക് പെരുമാറ്റത്തിലോ അതുപോലെ തന്നെ എൻ്റെ ബിഹേവിയറിലൊന്നും ഒരു വ്യത്യാസവും അവർക്ക് ഫീൽ ചെയ്യില്ല. സ്വാഭാവികമായിട്ടും അവരെന്നെ ഏറ്റെടുക്കും. അപ്പോൾ നമ്മുടെ മൈൻഡ്
സെറ്റ് റീപ്രോഗ്രാം ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മളുടെ കോൺഷ്യസ് മൈൻഡിൽ തുടങ്ങണം. ഇപ്പം എങ്ങനെയാണ് നമ്മളുടെ പെരുമാറ്റ രീതികൾ, ഇത് നമ്മൾ എങ്ങനെയാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലുള്ള പെരുമാറ്റങ്ങളും ചിന്തകളും വാക്കുകളും സംസാര രീതികളും ഡ്രസ്സിങ്ങുകളും ഇപ്പം ആരംഭിക്കണം. ഇപ്പം ആരംഭിക്കുമ്പോൾ പതുക്കെ പതുക്കെ നമ്മളുടെ ശീലമായി മാറുകയും ഈ ശീലം നമ്മളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുക്കുകയും പിന്നെ നമ്മൾ പോലും അറിയാതെ, ഇപ്പം നമ്മൾ ഡ്രൈവ് ചെയ്യുന്നതൊക്കെ പോലെ നമ്മൾ പോലും അറിയാതെ അതങ്ങ് റെഗുലറായിട്ടങ്ങ് നടന്നോളും. നമ്മൾ അറിയേണ്ട കാര്യമേ വരുന്നില്ല. അപ്പോൾ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് എന്ന് നടക്കുന്നത് എപ്പോഴും ഈ സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ആകുമ്പോഴാണ്. സബ് കോൺഷ്യസ് മൈൻഡ് ഒറ്റയടിക്ക് ചേഞ്ച് ആവില്ല, കാരണം വർഷങ്ങൾ കൊണ്ട് രൂപീകൃതമായിട്ടുള്ളതാണ്. അപ്പോൾ സബ് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ആവാൻ ആദ്യം കോൺഷ്യസ് മൈൻഡിൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലികളിലും പ്രവൃത്തികളിലും ചിന്താരീതികളിലും നമ്മളുടെ സംസാര രീതികളിലും നമ്മളുടെ പെരുമാറ്റ രീതികളിലൊക്കെ നമ്മൾ മാറ്റം വരുത്തി തുടങ്ങണം. ഇതുകൊണ്ടാണ് ക്ലാസ്സിൽ എപ്പോഴും പറയുന്നത് ഇന്നലത്തേക്കാൾ ഒരു പടിയെങ്കിലും മെച്ചപ്പെട്ട രീതിയിൽ ഇന്ന് നമ്മൾ സ്വയം ചേഞ്ച് ആവണം. ഇങ്ങനെ ഇന്ന് ചേഞ്ച് ആവുന്നു, ഇന്ന് ചേഞ്ച് ആയതിനു ശേഷം അത് നാളെയും റിപ്പീറ്റ് ചെയ്യുന്നു, അടുത്ത ദിവസവും റിപ്പീറ്റ് ചെയ്യുന്നു. ഓരോ ദിവസവും നമ്മൾ ഇമ്പ്രൂവ് ആയി വരുമ്പോൾ ഈ കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി കുറഞ്ഞ് പ്രീ കോൺഷ്യസിൻ്റെ ജോലിയിലേക്ക് പോകുന്നു. പ്രീ കോൺഷ്യസ് മൈൻഡിൽ അത് റിപ്പീറ്റ് ചെയ്യുന്ന ദിവസങ്ങളോളം റിപ്പീറ്റ് ചെയ്യുമ്പോൾ പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പതുക്കെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഇത് ട്രാൻസ്ഫർ ആവുന്നു. സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് എത്തുമ്പോൾ പഴയ ക്യാരക്ടറും പുതിയ ക്യാരക്ടറും കൂടെ കുറച്ച് കാലത്തേക്ക് സിങ്ക് ആവില്ല. അതായത് ഇതുവരെയുള്ള നമ്മളുടെ ശീലങ്ങളും ശൈലികളും ചിന്താരീതികളും പെരുമാറ്റ രീതികളൊക്കെ ആൾറെഡി നമുക്ക് സബ് കോൺഷ്യസ് മൈൻഡിൽ സെറ്റായി കിടക്കുകയാണ്. അത് ഉരുകി തീരുക എന്നുള്ള, അഴിഞ്ഞു മാറുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അത് ഒഴിവാക്കണമെങ്കിൽ, അതായത് സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ പഴയ ശീലങ്ങളും ചിന്താരീതികളും കാഴ്ചപ്പാടുകളും മാറണമെങ്കിൽ പുതിയത് വന്ന് അടിഞ്ഞു കൂടി പഴയത് ഉപയോഗിക്കാത്ത സിറ്റുവേഷൻ വരണം. പഴയ ചിന്താരീതികളും കാഴ്ചപ്പാടുകളും നമ്മളുടെ പെരുമാറ്റ രീതികളും ഉപയോഗിക്കാത്ത സിറ്റുവേഷൻ വരികയും പുതിയ ശീലങ്ങൾ റിപ്പീറ്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം സബ് കോൺഷ്യസ് മൈൻഡ് പുതിയൊരു രൂപത്തിലേക്ക് മാറുന്നു. ഇങ്ങനെയാണ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് നടക്കുന്നത്. ഒരു ദിവസത്തെ പ്രോസസ്സല്ല, റെഗുലർലി പ്രോസസ്സ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊന്നും പറയാതിരുന്നതിൻ്റെ കാര്യം, നമ്മുടെ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പിൽ തുടർച്ചയായിട്ട് 3-4 മാസം കണ്ടിന്യൂ ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ആ 4 മാസത്തോളം കണ്ടിന്യൂ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം അടുത്തൊരു മീറ്റിംഗ് എവിടെയെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ടാവും. അവർ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മാത്രം ലൈഫിൽ ചേഞ്ച് ആയി എന്ന് ഉറപ്പുള്ളവരെ സംബന്ധിച്ചോളം മാത്രമേ അത്തരം ഒരു മീറ്റിങ്ങിലേക്ക് പങ്കെടുക്കാൻ പറ്റുള്ളൂ. ആ മീറ്റിങ്ങിലും വീണ്ടും നമ്മളുടെ ബിഹേവ്, അപ്പോൾ ആ മീറ്റിങ്ങിൽ ഇതുവരെയുള്ള മീറ്റിങ്ങിൽ വന്ന പോലെ വരാൻ ഒരിക്കലും സമ്മതിക്കില്ല. നമ്മൾ ഒരു 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം പോലെ ആയിരിക്കും അത് പ്ലാൻ ചെയ്യുന്നത്. വെൽ ഡ്രസ്ഡ് ആയിരിക്കണം അവിടെ വരുന്നത്. നമ്മൾ ഏത് കാലഘട്ടത്തിലാണ്, ഏത് സാഹചര്യത്തിലാണോ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് അന്ന് നമ്മൾ എങ്ങനെയാണോ അതേ രീതിയിലായിരിക്കണം അവിടെ ചെയ്യേണ്ടത്. ഇങ്ങനെ ഓരോ സ്റ്റേജ് അനുസരിച്ച് നമ്മളുടെ ഈ ബിഹേവിയലും അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റത്തിലും നമ്മുടെ സംസാരത്തിലൊക്കെ മാറ്റം വരുന്ന രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകേണ്ടത്. ഇപ്പോൾ ഉദാഹരണത്തിന് എക്സാമ്പിൾ പറയുകയാണ്, ഇപ്പോൾ ഈ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാം വർക്ക്ഷോപ്പ് ഒരു 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് നടത്തി. 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് നടത്തി കഴിയുമ്പോൾ നമ്മളൊരു മീറ്റിംഗ് പ്ലാൻ ചെയ്യുന്നുണ്ടാവും. 2 ഡേ റെസിഡൻഷ്യൽ പ്രോഗ്രാം. അത് മിക്കപ്പോഴും കേരളത്തിലെ കൊച്ചിയിലെ ഏതെങ്കിലും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു ഹോട്ടലിൽ തന്നെയായിരിക്കും. പൈസ മുടക്കി തന്നെ പോകേണ്ടി വരും. ആ ക്ലാസ്സിൽ നമ്മൾ വെൽ ഡ്രസ്ഡ് ആയിട്ടായിരിക്കും. ഇപ്പോഴത്തെ ഷർട്ടോ മുണ്ടോ പാൻറ്റോ ഒന്നും ആയിരിക്കില്ല. എനിക്കിഷ്ടമല്ല, ഞാൻ മുണ്ടും ഷർട്ടും ഇട്ടിട്ടേ വരും, അല്ലെങ്കിൽ ഞാൻ പാൻറ്റും വൈറ്റ് ഷർട്ടും ഇട്ടേ വരും, നടക്കില്ല. അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബിസിനസ് മീറ്റിൽ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിറ്റിയിൽ നമ്മൾ എങ്ങനെ എത്തിപ്പെടാൻ ആഗ്രഹിക്കുന്നോ അതുപോലെയുള്ള ഡ്രസ്സിങ്ങോട് കൂടി തന്നെ അവിടെ വരേണ്ടി വരും. അപ്പോൾ കാരണം എങ്കിലേ ചേഞ്ച് സംഭവിക്കൂ. ആഗ്രഹം മനസ്സിലുണ്ടായത് കൊണ്ടൊന്നും ചേഞ്ച് നമ്മുടെ ലൈഫിൽ ഉണ്ടാവില്ല. അത് ചിലപ്പോൾ നമുക്ക് ആദ്യ സമയത്തൊക്കെ നമുക്ക് ബുദ്ധിമുട്ട് തോന്നും. ഞാനിപ്പോൾ ഒരു സൂട്ടും കോട്ടൊക്കെ ഇട്ട് ധരിച്ച് നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത് എൻ്റെ ശരീരത്തിന് ചേരുന്നതാണോ, എൻ്റെ രൂപത്തിന് ചേരുന്നതാണോ, ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ ഉണ്ടാവും, ഒരു സംശയമില്ല. പക്ഷേ അത് സ്ഥിരമായിട്ട് ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരാളെ സംബന്ധിച്ചോളം അത്തരം ഒരു ചിന്തയും വരില്ല. ഇതെൻ്റെ ശരീരത്തിന് ചേരുമോ, എൻ്റെ ബോഡിക്ക് ചേരുമോ, എൻ്റെ സ്വഭാവത്തിന് ചേരുമോ, ഇങ്ങനത്തെ ഒരു ചിന്തയും ഒരിക്കലും സംഭവിക്കില്ല. അപ്പോൾ ഈ ഒരു ചേഞ്ച് ഡെയിലി പ്രോസസ്സിലൂടെ മാത്രം നടക്കുന്നു. അതിന് വേണ്ടിയുള്ളതാണ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്. അപ്പോൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് മൈൻഡ് സെറ്റ് ചേഞ്ച് ആവണമെങ്കിൽ ഈ നിമിഷത്തെ പ്രവൃത്തികൾ തുടങ്ങണം. അതായത് കോൺഷ്യസ് മൈൻഡ് ചേഞ്ച് ചെയ്ത് തുടങ്ങണം. ഈ നിമിഷത്തെ പ്രവൃത്തികൾ തുടങ്ങണം. അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ കോൺഷ്യസ് മൈൻഡിൻ്റെ ജോലി ഭാരം കുറഞ്ഞ് പ്രീ കോൺഷ്യസ് മൈൻഡിലേക്ക് ആ ജോലി പോകുന്നു. ആ ജോലി വീണ്ടും പ്രീ കോൺഷ്യസ് മൈൻഡ് ഏറ്റെടുത്ത് തുടങ്ങി അവിടെ കണ്ടിന്യൂസ് ആയിട്ട് ഇടയ്ക്ക് വെച്ച് പിന്മാറിയുള്ള കുഴപ്പം പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്ന് ഈ സാധനം അപ്രത്യക്ഷമാകും. ഒരിക്കലും സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് പോവില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻസിലൂടെ ഈ സാധനം പ്രീ കോൺഷ്യസ് മൈൻഡിൽ നിന്നും പതുക്കെ
പതുക്കെ സഞ്ചരിച്ച് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് ചെന്ന് വരുന്നു. അവിടെയും റിപ്പീറ്റ് ചെയ്യപ്പെടുമ്പോൾ പഴയ മൈൻഡ് സെറ്റ് പതുക്കെ പതുക്കെ ഇല്ലാതെയായി മാറുന്നു, അലിഞ്ഞു പോകുന്നത് പോലെ ഇല്ലാതെയായി മാറുന്നു. അങ്ങനെ ശക്തി കുറഞ്ഞ് ഇല്ലാതെയായി മാറി പുതിയ രീതി നമ്മുടെ മൈൻഡ് സെറ്റായിട്ട് രൂപപ്പെടുന്നു. ഇങ്ങനെയാണ് മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് നടക്കുന്നത്. അതിനുള്ള ഒരു വേദിയാക്കി മാറ്റണം നമ്മളുടെ ഈ മൈൻഡ് സെറ്റ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പ്. ഇതാണ് ജസ്റ്റ് ഇന്നത്തെ ഒരു ടോപ്പിക്കായിട്ടുള്ള. ഇതിൻ്റെ ബാക്കി ഭാഗങ്ങൾ നമ്മൾ അടുത്ത ദിവസങ്ങളിൽ നമ്മളൊരു 3-4 ദിവസം കൊണ്ട് മാക്സിമം തീർക്കാൻ ശ്രമിക്കും. അപ്പോൾ ഒരു മഴ പെയ്ത് തീർന്നു. ഇനി ഇന്നത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞോളാം. ഒന്നുമില്ല. സാറ് മൈക്ക് ഒന്നുകൂടെ അടുപ്പിച്ച് പിടിച്ചേ. സാറിന്റെ ഹെഡ്സെറ്റിന്റെ മൈക്ക് ആ പുറകിട്ട് പോയി കിടക്കുക. ആ ക്യാമറ. സാറ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ചെയ്ത ചില കാര്യങ്ങൾക്ക് നമ്മൾ ചില ദിവസങ്ങളിൽ നമുക്ക് ഭംഗം വന്നിട്ടുണ്ട്. കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല, ആ ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ അതിജീവിക്കേണ്ടത് എങ്ങനെയാണെന്ന് ഇപ്പം മനസ്സിലായി ഇല്ലേ? കാരണം ചില ദിവസങ്ങളിൽ നമ്മൾ സാധാരണ രാത്രി വൈകിട്ടാണ് എഴുതുന്നത് നാളത്തേക്കുള്ള എന്താണെന്നുള്ളത്. അത് ചില ദിവസങ്ങളിൽ പറ്റാതെ വന്നിട്ടുണ്ട്. പിറ്റേ ദിവസം രാവിലെ അത് റിപ്പീറ്റ് എടുക്കാനും സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ചില സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിനെ ഒന്ന് ചേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ഷുവർ, തീർച്ചയായിട്ടും നടക്കും, ഒരു സംശയ കാര്യത്തിൽ വേണ്ട. താങ്ക് യു. ഈ ഒരു അഭിപ്രായം വളരെ വാല്യബിളാണ് സാറേ. താങ്ക് യു. തുറന്ന് പറയുന്നു, സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം തീർച്ചയായിട്ടും ഗുണകരമാണ്. സന്തോഷം. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ ഈ രാത്രി ഒരുപാട് സമയം വേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഈ ടി വി ഒക്കെ ഓൺ ചെയ്ത് വെക്കുക. അത് 2 ദിവസത്തിന് മുമ്പ് ടിവിയുടെ ഫ്രണ്ടിൽ ഒരു ബോർഡും വെച്ച് നോ ടി വി ആൻഡ് യൂട്യൂബ് ഇൻ ദി നൈറ്റ് സ്റ്റോപ്പ് ചെയ്തു. അടിപൊളി. അപ്പൊ അത്രയും സമയം നമുക്ക് മറ്റു കാര്യങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് ഗുണകരമായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഗ്രേറ്റ്, വളരെ സന്തോഷം. അതാ ബോർഡ് വെച്ചതാണ് രസകരമായിട്ട്. ടി വിയിലേക്ക് നോക്കുമ്പോൾ നമ്മളോട് തന്നെയുള്ള ഒരു മുന്നറിയിപ്പ്, നോക്കരുത്, ഈ സമയം അതിനു വേണ്ടിയിട്ട് വലിയ ലെറ്ററിൽ എഴുതിയ. അപ്പൊ സന്തോഷം. വളരെ നല്ല കാര്യം സാറേ, വെരി ഗുഡ്. ഇത് നല്ലൊരു സാധനമാണ്. കാരണം നല്ല സാധനം എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്നതല്ല. അതായത് മൊബൈൽ നോക്കുന്നവർക്ക്, ടി വി നോക്കുന്നവർക്ക് ഇത്തരം ഒരു സാധനം സെറ്റ് ചെയ്യാം. അതായത് പലപ്പോഴും പറയില്ലേ, കുറേ സമയം റീൽസിന് വേണ്ടിയിട്ടൊക്കെ ചിലവാക്കുന്നു, അറിയാതെ പോകുന്നു എന്നൊക്കെ പറയുന്നില്ലേ. അപ്പോൾ ഈ നമ്മൾ അപ്ലിക്കേഷൻസിന് ഒരു ലോക്ക് വെക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും. ചില സോഫ്റ്റ്വെയറുകളും അപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ, ഞാൻ ഫേസ്ബുക്കാണ് ഏറ്റവും അധികം നോക്കുന്നതെങ്കിൽ ഫേസ്ബുക്ക് ഒരു 15 മിനിറ്റ് നോക്കി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓഫ് ആവണം. ഓഫ് ആവുന്ന സമയത്ത് സ്ക്രീനിൽ വരണം, നിർത്ത്, അടുത്ത പണിക്ക് പോകുന്നുള്ള രീതിയിലൊക്കെ ഒരു നോട്ടിഫിക്കേഷൻ പോലെയൊക്കെ വരാമെന്നുണ്ടെങ്കിൽ നല്ല കാര്യം. സാർ ഈ പറഞ്ഞ ആശയം ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവരും കേട്ടോ, ഒരു സംശയമല്ല. താങ്ക് യു. സാറേ ഇത് പറഞ്ഞപ്പോ ടി വി ഇരിക്കുന്ന റൂമിൽ തന്നെ ഒരു ബോർഡ് വെച്ചാൽ ഞാൻ ഈ റൂമിൽ ഇരിക്കേണ്ട. രസകരമായ കാര്യം. എന്തായാലും വളരെ നല്ലൊരു റിസൾട്ടാണത്, നല്ലൊരു ആക്ഷനുമാണ് കേട്ടോ സാറേ. രസകരമാണെങ്കിൽ പോലും നല്ല റിസൾട്ട് വരുന്ന ഒരു പരിപാടിയാണത്. ടി വിയിൽ തന്നെ ഒരു ബോർഡ് ഇട്ട്. ഇനി നമുക്ക് മനസ്സിലായില്ലെങ്കിൽ ടി വിക്ക് മനസ്സിലാവല്ലോ ഈ നേരത്തെ ഇവർ വന്ന് ഇരിക്കരുതെന്ന്. ഓക്കെ, സന്തോഷം. ഞാൻ ഈ ഫേസ്ബുക്ക് കുറച്ച് അഡിക്റ്റ് ആണ്. റീൽസിന് ഒരുപാട് ടൈം ഞാൻ വേസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അതിന് ചെയ്തെന്ന് വെച്ചാൽ മോനൊരു സെറ്റപ്പ് ചെയ്തു കഴിഞ്ഞു. എത്ര ടൈം ആകുമ്പോഴത്തേക്ക് ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞു. അത്രേ ഉള്ളൂ. യെസ് സാർ, അതങ്ങനെ അവൻ അത് സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞാൽ അപ്പം സ്റ്റോപ്പ് ചെയ്യണം. സാറൊന്ന് ചിന്തിച്ചു നോക്കുക. അതായത് ഇത് സാറ് തീർച്ചയായിട്ടും സാറ് ആവശ്യപ്പെട്ടിട്ടാണല്ലോ മോൻ സെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലേ? ആ ആവശ്യപ്പെടാനുള്ള മൈൻഡ് സെറ്റ് തന്നെയാണ് സാറേ ചേഞ്ച് എന്ന് പറയുന്നത്. അതായത് ഇത് വേണം, എനിക്കിത് മാറ്റം വേണം, ഈ ഫേസ്ബുക്കിൽ ഞാൻ അഡിക്റ്റ് ആണെന്ന് തിരിച്ചറിയുന്നു, ഇതൊരു മാറ്റം വേണമെന്ന് സാറിന് തോന്നലുണ്ടാവുന്നു. ആ തോന്നലിൻ്റെ ഫലമായിട്ട് മോനോട് ആവശ്യപ്പെടുന്നു, എനിക്കിതൊരു കാര്യമുണ്ട്, എനിക്കൊന്ന് സെറ്റ് ചെയ്ത് തരണം. ഇതിനെയാണ് സാറേ ചേഞ്ച് എന്ന് പറയുന്നത്. ഈ മൈൻഡ് സെറ്റിനെയാണ് ശരിക്കും ചേഞ്ച് എന്ന് പറയുന്നത്. ഗംഭീരമായിട്ട് മുന്നോട്ട് പോട്ടെ. മൊത്തത്തിലൊരു 50% മാത്രമേ ഞാൻ മാർക്കറ്റിട്ടും എനിക്കൊരു 50% വരെ എത്തുന്നുള്ളൂ സാർ. അത് ചില ഹാബിറ്റ്സുകളൊക്കെ 100% കിറ്റ് ചെയ്തു സാർ. പറഞ്ഞ സ്മോക്കിങ്ങിന്റെ ഒരു അഡിക്ഷൻ ആയിരുന്നു. ഒരു അറൌണ്ട് 30 to 40 years ഇത്
കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ക്ലാസ് തുടങ്ങി ഇവിടെ സെക്കൻഡ് ഡേ ഞാൻ സ്റ്റോപ്പ് ചെയ്തു. പിന്നെ ആ ഭാഗത്തെ തൊട്ടിട്ടില്ല ഇതുവരെ. അത് അങ്ങനെ കണ്ടിന്യൂ ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ ഒരു സാറേ. അതായത് 30 വർഷത്തെ ശീലം 30 ദിവസത്തിനുള്ളിൽ മാറ്റാൻ 50% കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ ചെറുതാണോ അത്? അല്ല, ഹൈലി സക്സസ് ആണ്. 30 വർഷത്തെ ശീലം പകുതിയോളം പോട്ടെ, ഒരു 5% ഈ 30 ദിവസം കൊണ്ട് മാറുക എന്ന് പറഞ്ഞാൽ ചെറിയ നിസ്സാര കാര്യമൊന്നുമല്ല. അതും സാറൊന്നുകൂടെ ചിന്തിക്കണം. ഒരു ചെറിയ കുട്ടിക്ക് സംബന്ധിച്ചോളം ഈസി ആയിട്ട് മാറാൻ പറ്റും. കാരണം പക്ഷെ നമ്മളെ സംബന്ധിച്ചോളം ഇത്രയും വർഷത്തെ നമ്മളുടെ മൈൻഡ് സെറ്റ് മാറുക എന്ന് പറഞ്ഞെങ്കിൽ അത്രയ്ക്ക് എഫക്റ്റ് എടുത്താലേ മാറുള്ളൂ. ഗ്രേറ്റ് അച്ചീവ്മെൻറ്റ് തന്നെയാണ് സാർ, ഒരു സംശയ കാര്യത്തിൽ വേണ്ട കേട്ടോ. വളരെ നല്ലൊരു അച്ചീവ്മെൻ്റ് ആണ്. ഇടയ്ക്ക് അഷ്റഫ് സാർ എന്തോ പറയാൻ 2 പ്രാവശ്യം മൈക്ക് ഓൺ ആക്കിയതാണ് സാറേ, പ്ലീസ്. അത് സാറേ, ഞാന് ബില്യണർ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ യൂട്യൂബിൽ കുറെ വീഡിയോകളുണ്ട്. അത് 5-6 മാസമായിട്ട് കണ്ടിന്യൂ, മണിക്കൂറുകളാണ് ഒരു വീഡിയോ മണിക്കൂറുകളൊക്കെ ഉണ്ട്. നമ്മള് ട്രേഡ് ചെയ്യുന്ന ഫ്രീ ടൈമിൽ അത് ഓൺ ആക്കിയിട്ട് കണ്ടിരിക്കലാണ്, അല്ലാതെ റീൽസിന്റെ പിന്നാലെ പോക്കല്ല. അതാണ് ഓൺ ആക്കിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് മണിക്കൂറുകളാണ് ആ വീഡിയോ വരുന്നത്. ഒരു വീഡിയോ മണിക്കൂറുകളൊക്കെ ഉണ്ട്. അത് ബില്യണർ ലൈഫ് സ്റ്റൈലാണ്. അത് കണ്ടിന്യൂ ആയിട്ട് ഒരു 6 മാസമായിട്ട് കാണാൻ ശ്രമിക്കുന്നുണ്ട്. ഗ്രേറ്റ്. ആ കാണുന്ന കാര്യങ്ങൾ നമ്മുടെ ലൈഫിലും കൊണ്ടുവരിക. അത് ഉദാഹരണത്തിന് ഡ്രസ്സിങ്, അതുപോലെ തന്നെ നമ്മുടെ പെരുമാറ്റ രീതി, അതുപോലെ തന്നെ നമ്മുടെ അപ്പിയറൻസ്, അതായത് നമ്മുടെ എന്താ പറയുക മുഖഭാവം, മറ്റു കാര്യങ്ങൾ, അപ്പിയറൻസ്, ബോഡി ലാംഗ്വേജ്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ, വണ്ടികള്, നമ്മള് ബീച്ച് കാര്യങ്ങൾ, നമ്മളൊരു വലിയ ലൈഫൊക്കെ പോണ കാര്യങ്ങളാണ്. അതിൽ ലൈഫ് സ്റ്റൈലെ ചേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് കണ്ടിന്യൂ കണ്ടുകൊണ്ടേ ഇരിക്കുന്നത്. വോയിസ് ഓവർ ഉള്ള വീഡിയോ ഉണ്ട്, മ്യൂസിക് ഉള്ള വീഡിയോകളും ഉണ്ട്. അത് കേൾക്കുക. അതോടൊപ്പം തന്നെ അത് നമ്മുടെ ലൈഫിൽ കൊണ്ടുവരികയും കൂടെ ചെയ്യണം കേട്ടോ. ആ ഒരു മാറ്റം സാറിന് അധികം വൈകാതെ കാണുമ്പോൾ നമുക്ക് അടുത്ത് കയറുന്നുള്ളൊരു ബിലീഫാണ് വരുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ കാണുകയും അത് പ്രവർത്തിക്കുകയും ചെയ്യണം. ഫക്രീൻ സാർ പറഞ്ഞ പോലെ തന്നെ ഒന്നും പറ്റിയില്ലെങ്കിൽ ഒരു സ്റ്റിക്കർ എഴുതി ഒട്ടിച്ചേക്കുക. അത് തീർച്ചയായിട്ടും റിസൾട്ട് ഉണ്ടാവും സാറേ, ഒരു സംശയക്കാര്യത്തിലില്ല. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു പരിപാടിയാണത്. അതിനെയാണ് സാറേ ഈ വിഷ്വലൈസേഷൻ എന്നൊക്കെ പറയുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നമ്മുടെ റൂമിലൊക്കെ എഴുതി വെക്കുന്നത്, നമ്മുടെ മൊബൈലിൽ എഴുതി വെക്കുന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, നമ്മളുടെ ഗോളുകൾ എഴുതി വെക്കുന്നത്, ഇത് വിഷ്വലൈസേഷൻ. ഇതുപോലൊരു ഗോളാണ്. ടി വി കണ്ട് സമയം കളയുന്നു, അത് ഒഴിവാക്കാൻ ടി വി കാണുന്ന സ്ഥലത്ത് തന്നെ, ടി വി നോക്കുന്ന സ്ഥലത്ത് തന്നെ സ്റ്റിക്കർ എഴുതുന്നു, ഇതെനിക്ക് വേണ്ട സാധനമില്ല എന്നുള്ളത് നമ്മളവിടെ ബ്ലോക്ക് ചെയ്യാണ്. അതൊരു വിഷ്വലൈസേഷൻ്റെ ഭാഗം തന്നെയാണ് അതൊക്കെ കേട്ടോ. എല്ലാവരും ചെയ്യാം. ബില്യണർ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ഇംഗ്ലീഷ് വീഡിയോസ് ഉണ്ട്. യെസ് സാറേ, നല്ലൊരു മാറ്റം നമ്മുടെ ലൈഫിലൊക്കെ ഉണ്ടാകണം. തീർച്ചയായിട്ടും. ഇനി മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. സാർ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ജോസ് സാർ പറഞ്ഞ പോലെ ചില പ്രശ്നങ്ങളുണ്ട്, നമ്മൾ കൃത്യമായിട്ട് പോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ ഞാനത് മനസ്സിലാക്കുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് തോന്നുന്നത്. അത് ചിലപ്പോൾ ട്രാക്കിലേക്ക് വരാനുള്ള ചെറിയ സമയമായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. ഒരു സംശയം വേണ്ട, ആ പാതയിലേക്ക് എത്താൻ പറ്റുമെന്നുള്ളൊരു വിശ്വാസമുണ്ട്. പക്ഷെ ചെറിയ പ്രശ്നം എന്താ പറയാ, കൃത്യമായിട്ട് പോകാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. അതെന്താന്നുള്ളത് ഇങ്ങനെ ഡെയിലി അനാലിസിസ് ചെയ്ത് മാറ്റം വരുത്താനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമായിട്ടും ഈ പത്രം വായന നിർത്തി സാറേ. അത് ഇപ്പൊ ധനകാര്യ പേജ് മാത്രമേ നോക്കാൻ വന്ന ഉടനെ പണ്ട് നമ്മള് കുട്ടിക്കാലത്ത് സ്പോർട്സ് പേജാണോ നോക്കുന്നത്. ഇപ്പൊ 2 പേജ് കൂടി ഒന്ന് മറിച്ച് ധനകാര്യം നോക്കി അതങ്ങ് വെച്ചേക്കും. അത് നോക്കാറില്ല. പിന്നെ മുന്നേ ഇവരൊക്കെ പറഞ്ഞതുപോലെ ന്യൂസ് കാണുന്നൊരു ശീലം ഉണ്ടായിരുന്നു, അതും പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അപ്പൊ അങ്ങനെ അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. എന്നാലും ഷെഡ്യൂൾ ചെയ്ത് പൂർണ്ണമായ രീതിയിൽ വന്നിട്ടില്ല. എന്നാലും മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് പറ്റാതെന്നുള്ളത് നോക്കി കാലക്രമേണ എന്തായാലും അതിൽ എല്ലാം മാറ്റം വരുത്താൻ വേണ്ടി പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. യെസ് സർ, ഗ്രേറ്റ്. അതായത് ഒരു കാര്യം മാത്രം ഓർത്താൽ മതി സാർ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ നിർത്താതിരുന്നാൽ മതി. കാരണം പ്രവർത്തനങ്ങൾ നിർത്താതിരിക്കുക എന്നുണ്ടെങ്കിൽ ഈ ആക്ഷൻസ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള ആക്ഷൻസാണ് ചേഞ്ച് കൊണ്ടുവരുള്ളൂ. ഇടയ്ക്ക് വെച്ചിട്ട് ആക്ഷൻസ് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല പിന്നീട്. അപ്പോൾ ഇപ്പോഴുള്ള റിസൾട്ടിനെ പറ്റി നോക്കുകയേ ചെയ്യരുത്. കണ്ടിന്യൂസ് റിസൾട്ടിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ആക്ഷൻസ് കണ്ടിന്യൂ ചെയ്യുക, അത് നിർത്താതിരിക്കാൻ മാറ്റം ഉണ്ടാകും. അതോടൊപ്പം തന്നെ ഈ ചുമ്മാ തമാശയ്ക്ക് സമയം പോകാൻ വേണ്ടി പറയുകയാണ്, പത്രവായന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്തവൻ്റെ ജീവിതത്തിലേക്കുള്ള ഒളിഞ്ഞു നോട്ടമാണ് ഒരു പരിധി വരെ, അല്ലേ? നമ്മളൊക്കെ നോക്കും ലോകവിവരം കിട്ടാനൊക്കെയാണെന്ന്. ചുമ്മാതാ ലോകവിവരം കിട്ടുന്ന എന്ത് കാര്യം നമ്മൾ പത്രത്തിലൊക്കെ നോക്കാറുള്ളത്. ന്യൂസ് കാണുകയാണെങ്കിൽ പോലും സത്യത്തിൽ അടുത്തവൻ്റെ ജീവിതത്തിനെ പറ്റി അറിയുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖം, അതുമാത്രമാണ് ഈ ന്യൂസിലും പത്രത്തിലൊക്കെ നമുക്ക് പലപ്പോഴും കിട്ടുന്നത്. അത് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും ഇവിടെ ഇരുന്ന് തുമ്മേണ്ടി വരും. അത് വേണ്ട.
പത്രവായന എന്ന് പറഞ്ഞ് നെഗറ്റിവിറ്റി നമ്മൾ വിളിച്ചു വരുത്തുന്നുള്ളതാണ്. സത്യമാണ് സാർ അത്. യെസ്, ഗ്രേറ്റ്. അവര് കേരളത്തിൽ ഒറ്റ പത്രത്തിൽ, കാരണം അവര് ഇമോഷണൽ ന്യൂസ് ആണ് സാർ. അവർക്ക് വേണ്ടത് സെൻസേഷണൽ. അത് എന്തിനെ നമുക്ക് സെൻസേഷൻ ഉണ്ടാക്കും? നെഗറ്റീവ്സ് മാത്രമേ സെൻസേഷൻ ഉണ്ടാക്കുള്ളൂ. ഒറ്റ അജണ്ട ഉള്ളൂ സാറേ, പൈസ ഉണ്ടാക്കുക. നെഗറ്റീവ് ന്യൂസ് കൊടുക്കുക, അതാണ് മനുഷ്യനെ അട്രാക്ട് ചെയ്യുന്നത്. ഇപ്പൊ നെഗറ്റിവിറ്റി നമ്മൾ വിളിച്ചു വരുത്തുന്നത് മാത്രമേ ഉള്ളൂ പത്രം വായനയുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ സാർ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ നോക്കാം. നമ്മളെ പത്രത്തിൽ പോസിറ്റിവിറ്റി കിട്ടുന്ന രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. അതിൽ ഒറ്റ പേജ് മാത്രം, സ്പോർട്സ് പേജ് മാത്രം. സ്പോർട്സ് പേജ് ഏത് വായിച്ചു കഴിഞ്ഞാലും ആദ്യം പറയുന്നത് വിജയിച്ചാളുടെ അറിയാം. സത്യം. ഏത് സ്പോർട്സ് ന്യൂസ് വായിച്ചാലും വിജയം. അതൊരു പോസിറ്റിവിറ്റിയാണ്. ഞാൻ എത്രയോ നാൾ, ഞാൻ 30 വർഷത്തിലേറെ പത്രം വായിച്ചിട്ട് ഞാൻ വായിക്കാറില്ല. പണ്ട് ഞാൻ വായിക്കുന്ന സ്പോർട്സ് പേജ് മാത്രം വായിക്കും. അത് ഏത് ന്യൂസ് ആദ്യം വായിച്ചാലും അതിന് വായിക്കുന്നത് ഇന്നാള് വിജയിച്ചു, ഇന്ന കളിയിൽ ഇന്നാള് വിജയിച്ചു, അത് കഴിഞ്ഞിട്ട് പരാജയപ്പെട്ട കാര്യം പറയുന്നു. അവിടെയാണ് പോസിറ്റീവ് മൈൻഡ്. യെസ്, അത് മാത്രമേ പോസിറ്റീവ് ന്യൂസ് ഉള്ളൂ. അത് കറക്റ്റാ സാർ. എനിക്ക് രാവിലെ പത്രം കിട്ടിയില്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. ഞാൻ ഒക്ടോബർ 30 നിർത്തിയിട്ടേ സാറേ. ഒക്ടോബർ 30 ഞാൻ പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്ത് നിർത്തി. നവംബർ 7 ആയപ്പോ ഞാൻ പറഞ്ഞു വേണ്ട കിട്ടോളാം. ഓക്കെ, ശരി.